السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഈയൊരു സമയം അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ മീസാനിൽ കനന്തൂങ്ങുന്നൊരു അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പുണ്യത്തിന്റെ പൂക്കാലമായ, ഭക്തിയുടെ ഉത്സവകാലമായ പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് റമദാൻ? റമദാനിലൂടെ നേടേണ്ടതുണ്ട്. റമദാൻ എന്ന് പറയുന്ന ഇബാദത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? ഇതെല്ലാം നമ്മൾ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുദ്ധ ഖുർആനിലെ ഒരു ആയത്തോതി നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോട് പറയുന്നുണ്ട്, നബിയെ, ആളുകളോട് പറയുക, ജനങ്ങളെ പഠിപ്പിക്കുക, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ? ഒരിക്കലുമല്ല. അറിവുള്ളവർ അറിഞ്ഞു ചെയ്യും, അറിവില്ലാത്തവർ അറിവില്ലാത്ത രൂപത്തിൽ പ്രവർത്തിക്കുകയും അതിന്റെ ആസ്വാദനങ്ങളും ഒന്നും അനുഭവിക്കാൻ അവർക്ക് സാധിക്കാതെ വരികയും ചെയ്യും. മഹാനായ അല്ലാമത്ത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ ആയത്തിനൊരു തഫ്സീർ കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പഠിച്ചു വെക്കേണ്ട ഒരു തഫ്സീറാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, വല്ലദീ യഅ്ബുദുല്ലാഹ അലാ ബസീറത്തിൻ, ഒരാൾ ഉൾക്കാഴ്ചയോടുകൂടി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുവെങ്കിൽ, ചെയ്യുന്ന ഇബാദത്ത് അറിഞ്ഞു ചെയ്യുന്നുവെങ്കിൽ, യജിദ് ലിഇബാദതിഹി ലദ്ദതൻ വഹലാവ,
ആ ഇബാദത്തിനെ ആസ്വദിച്ച് ചെയ്യാൻ അവന് സാധിക്കും. ആ ഇബാദത്ത് ഇഖ്ലാസോടുകൂടി ചെയ്യാൻ അവന് സാധിക്കും എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഇബാദത്തുകളെല്ലാം യാന്ത്രികമായ പ്രവർത്തനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിസ്കരിക്കുന്നുണ്ടോ? നിസ്കരിക്കുന്നുണ്ട്. നോമ്പെടുക്കുന്നുണ്ടോ? നോമ്പെടുക്കുന്നുണ്ട്. എല്ലാവരും നിസ്കരിക്കുന്നത് കൊണ്ട് ഞാനും നിസ്കരിക്കുന്നു. എല്ലാവരും നോമ്പെടുക്കുന്നത് കൊണ്ട് ഞാനും നോമ്പെടുക്കുന്നു. ആളുകളൊക്കെ ഖുർആൻ ഓതുന്നു, ഞാനും ഖുർആൻ ഓതുന്നു എന്നതിനപ്പുറത്തേക്ക് ഇത് എന്തിനാണ് ചെയ്യുന്നത്, ഇതിലൂടെ ലഭിക്കേണ്ട നേട്ടം എന്താണ് എന്ന് നമുക്കൊന്നും അറിയാതെ പോകുന്നതാണ്. ഇതൊന്നും ആസ്വദിച്ച് ചെയ്യാൻ നമുക്ക് കഴിയാതെ പോകുന്നത്. ഇബാദത്തുകളെ കുറിച്ച് നമുക്ക് കൃത്യമായൊരു ധാരണ വേണം. എന്താണ് ഇബാദത്ത്? മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുവാനല്ലാതെ. അപ്പൊ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് നമ്മളോട് പറയുന്നത് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാനാണ്. അപ്പോൾ എന്താണ് സഹോദരങ്ങളെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? വളരെ ലളിതമായി മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമുക്കൊരു നിർവചനം പറഞ്ഞു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും പറയുന്ന പേരാണ് ഇബാദത്ത്. അപ്പൊ ഈ ജീവിതം പടച്ച റബ്ബ് നമുക്ക് നൽകിയത് അവൻ ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുവാനാണ്, അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനാണ്. അതല്ലാതെ നമ്മൾ ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമുക്ക് തോന്നിയ രൂപത്തിൽ ജീവിക്കുവാനല്ല എന്ന കൃത്യമായ ബോധവും ബോധ്യവും നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്നാൽ ഇസ്ലാമിലെ ഇബാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും മതങ്ങളേതുപോലെ വർഷത്തിൽ ഒരിക്കലുള്ള ഇബാദത്തല്ല. ഒരാൾ ജനിച്ച് പ്രായപൂർത്തിയും പക്വതയും എത്തിയത് മുതൽ മരിക്കുന്നത് വരെ അയാൾ ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കണം. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. മരണം വരെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. നിസ്കാരത്തിന്റെ കാര്യമെടുക്കുമ്പോൾ ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ അയാൾ ഇരുന്ന് നിസ്കരിക്കണം. അയാൾക്ക് ഇരുന്നിട്ട് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾ കിടന്ന് നിസ്കരിക്കണം. ഇസ്ലാമിന്റെ ഇബാദത്ത് അങ്ങനെയാണ്. ഒരാൾ ജനിച്ച് പ്രായപൂർത്തിയും പക്വതയും എത്തിയത് മുതൽ മരിക്കുന്നത് വരെ ഇസ്ലാമിന്റെ ഇബാദത്ത് ഓരോ മുസ്ലിമും നിർവഹിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇതൊക്കെ നിർവഹിക്കുമ്പോൾ ഞാൻ മനസ്സ് തുറന്ന് ചില കാര്യങ്ങൾ പറയുകയാണ്. ഇതൊക്കെ നിർവഹിക്കുമ്പോൾ നമ്മളൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണ് പ്രിയപ്പെട്ടവരെ ഇബാദത്തിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ്? ഈ ഇബാദത്തുകൾ ഞാൻ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഏകനായ റബ്ബ് അവന്റെ പ്രവർത്തനങ്ങൾ മനോഹരമായി നിർവഹിക്കുന്നത് എന്ന ചിന്തയാണോ? അങ്ങനെയുണ്ട് ചില ആൾക്കാര്. എന്റെ ഇബാദത്ത് കൊണ്ടാണ് പടച്ചോന്റെ അമലൊക്കെ പടച്ചോന്റെ പ്രവർത്തനങ്ങളൊക്കെ മനോഹരമായി നടക്കുന്നത്. അങ്ങനെയാണോ? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനം നമുക്ക് കാണാം. നബി തങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, കാനൂ വലാ അത്ഖാ ഖൽബി റജുലിൻ മിൻകും. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനവുമായി ജീവിച്ചു. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും അല്ലാഹുവിന് ഇഷ്ടമുള്ള ജീവിതം നയിച്ചു. എന്നിട്ട് നബി തങ്ങൾ പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ സാദ ഫീ മുൽകി ശൈആ. ഒരിക്കലും ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും നന്മ ചെയ്തതിന്റെ പേരിൽ എന്റെ അധികാരത്തിൽ യാതൊരു വർധനവും വരുന്നതല്ല. അല്ലാഹുവിന്റെ റസൂല് പറയാൻ, ലോകത്തുള്ള എല്ലാം ഒരു തിന്മ ചെയ്യുന്ന മനുഷ്യനുമില്ല. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ മാ സാദ ഫീ മുൽകി ശൈആ, എന്റെ അധികാരത്തിൽ അതൊരു യാതൊരു വർധനവും വരുത്തുന്നതല്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകത്തുള്ള സകല മനുഷ്യരും തിന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയാണ്, അധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയാണ്, അക്രമവും തോന്നിവാസവും വൃത്തികേടുമായി ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, മാ നഖസ ഫീ മുൽകി ശൈആ,
എന്റെ അധികാരത്തിൽ അതൊരു കുറവും വരുത്തുന്നതല്ല. നമ്മുടെ ഇബാദത്തുകളെ കൊണ്ട് നിലനിൽക്കുന്നവനല്ല പടച്ചോൻ. നമ്മളെല്ലാവരും നന്മ ചെയ്തതിന്റെ പേരിൽ പടച്ചോന്റെ മുൽക്കിൽ അധികാരത്തിൽ ഒരു വർധനവുമില്ല. നമ്മളെല്ലാവരും തെമ്മാടിത്തരം ചെയ്തതിന്റെ പേരിൽ പടച്ചോന്റെ മുൽക്കിൽ ഒരു കുറവും വരുത്താനും പറ്റൂല. അപ്പൊ എന്ത് മനസ്സിലായി? നമ്മുടെ ഇബാദത്തുകളെ കൊണ്ട് നിലനിൽക്കുന്നവനല്ല പടച്ച റബ്ബ്. പക്ഷേ നമുക്ക് നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം വേണം. നമുക്ക് നിലനിൽക്കണമെങ്കിൽ ഇബാദത്തുകൾ അനിവാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫാത്തിറിൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹ് ധന്യനാണ്, അവൻ സ്തുത്യർഹനാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാൻ, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. ഒരിക്കലും അല്ലാഹ് നമ്മളിലേക്ക് ആവശ്യക്കാരനല്ല. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇബാദത്തുകൾ വളരെ മനോഹരമായി നിർവഹിക്കാൻ നമുക്ക് കഴിയും. നമ്മളെല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. നിങ്ങൾ നോക്ക്, എല്ലാ പ്രഭാതത്തിലും നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ് പ്രിയപ്പെട്ടവരെ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, എന്നെന്നും ജീവിക്കുന്ന എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബേ, നിന്റെ കാരുണ്യം കൊണ്ട് ഞാനിതാ നിന്നോട് സഹായം തേടുന്നു റബ്ബേ. വഅസ്ലിഹ് ലീ ശഅനീ കുല്ലാ, എന്റെ കാര്യങ്ങളൊക്കെയും നീ ശരിയാക്കി തരണം റബ്ബേ. അടുത്ത വാചകം എന്താണ് പ്രിയപ്പെട്ടവരെ? വലാ തകിൽനി ഇലാ നഫ്സി തുറഫത ഐൻ, ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം പോലും അല്ലാഹുവേ എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കരുത് റബ്ബേ. അല്ലാഹുവോട് നമ്മൾ പറയാ, പടച്ചോനെ ഒരു സെക്കൻഡ് പോലും, ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം പോലും എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കല്ല. എനിക്കെന്നെ നോക്കാൻ പറ്റൂല നിന്റെ സഹായം ഇല്ലാതെ, നിന്റെ ബറക്കത്തില്ലാതെ, നിന്റെ റഹ്മത്തില്ലാതെ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. 2 മാസം മുമ്പ് ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ മെമ്പറിന്റെ മുകളിൽ ഇങ്ങനെ കയറാൻ നിൽക്കുകയാണ്. ഇപ്പോൾ തിരൂരുള്ള എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട്. അയാൾ വന്നിട്ട് പറഞ്ഞു, സഹോദരിയുടെ മകൾക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു എന്താണ്? പറഞ്ഞു, ക്യാൻസർ വന്നിട്ട് കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കീമോയുടെ സൈഡ് എഫക്റ്റ് വന്നിട്ട് അന്നനാളം ചുരുങ്ങിപ്പോയി. ആലോചിച്ചു, അന്നനാളം ചുരുങ്ങിപ്പോയി. എന്നിട്ട് അദ്ദേഹം പറയാണ്, 1 ഗ്ലാസ് ജ്യൂസ് അടിച്ച കഞ്ഞിവെള്ളം വയറിലെത്തണമെങ്കിൽ 1.5 മണിക്കൂർ ടൈം എടുക്കുന്ന. നിങ്ങൾ ആലോചിച്ചു, നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? പടച്ചോ നമ്മുടെ ശരീരത്തിൽ സംവിചാരിച്ച ഓരോ നെർവുകൾക്കും, ഓരോ ഞരമ്പുകൾക്കും കൃത്യമായ ധർമ്മമുണ്ട്. കഴിഞ്ഞ ദിവസം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇപ്പൊ മെംസിലാണ്, സ്ട്രോക്ക് വന്നിട്ട് കിടക്കുകയാണ്. 2 നെർവുകൾക്കാണ് ബ്ലോക്ക് വന്നത്. അതിൽ ഒരു നെർവിന്റെ ധർമ്മം എന്താണെന്ന് അറിയോ? നമ്മൾ വായിലേക്ക് വെക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, അത് വായെന്ന് വയറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് ബ്ലോക്കായി. 37 വയസ്സുള്ള 42 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ വായിലേക്ക് ഭക്ഷണം ഇട്ട് കൊടുത്താൽ ഇറക്കാൻ പറ്റുന്നില്ല. വായിൽ വരുന്ന നമ്മുടെ തുപ്പലുണ്ടല്ലോ, ഉമിനീരുണ്ടല്ലോ, അതുപോലെ ഇറക്കാൻ പറ്റുന്നില്ല. 2 ഭാഗത്തൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങാണ്. എന്റെ ഭാര്യ ഇങ്ങനെ തുടച്ചു കൊടുക്കാണ്. ഒരു നെർവ് ഒന്ന് ബ്ലോക്കായി, ഒന്ന് സ്റ്റക്കായി. ഇത്രയേ ഉള്ളൂ. ഇത്രേ മനുഷ്യന്റെ കാര്യമുള്ളൂ. ഇത്രേ മനുഷ്യന്റെ കാര്യമുള്ളൂ. നമ്മൾ രാവിലെ പറയാണ്, പടച്ചോനെ വലാ തകിൽനി ഇലാ നഫ്സി തുറഫത ഐൻ, ഒരു കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം പോലും അല്ലാഹുവേ എന്നെ എന്നിലേക്ക് ഏൽപ്പിക്കല്ല റബ്ബേ. നിന്റെ സഹായമില്ലാതെ, നിന്റെ ബറക്കത്തില്ലാതെ, നിന്റെ റഹ്മത്തില്ലാതെ ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല റബ്ബേ എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ. അപ്പോ നമ്മുടെ ഇബാദത്ത് ഉണ്ടെങ്കിലേ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. പടച്ചോ നമ്മുടെ ഇബാദത്തുകളെ കൊണ്ട് നിലനിൽക്കുന്നവനല്ല എന്ന ബോധം എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലുണ്ടാകണം. നമുക്ക് ഇബാദത്ത് അനിവാര്യമാണ്. ഇനി മാത്രല്ല സഹോദരങ്ങളെ, ഈ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത എന്നറിയോ? ഈ ഇബാദത്തുകൾ മുഴുവനും അള്ളാഹുവിനുള്ള ശുക്റാണ്. അല്ലാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്കുള്ള ശുക്റാണ് ഞാൻ ചെയ്യുന്ന നോമ്പും ഞാൻ നിർവഹിക്കുന്ന ഇബാദത്തുകൾ മുഴുവനും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. ഇവിടെ നോക്കൂ, എന്തൊക്കെ അനുഗ്രഹങ്ങളാ പടച്ച റബ്ബ് നമുക്ക് നൽകിയത്. അല്ലാഹ് ചോദിക്കണ്ടേ, വആതാകും മിൻ കുല്ലി മാ സഅൽത, നീ ചോദിച്ചതൊക്കെ ഞാൻ നിനക്ക് തന്നു.
നീ എങ്ങാനും എണ്ണി നോക്കുകയാണെങ്കിൽ അത് നിനക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഇങ്ങോട്ട് നോക്ക്, നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാനുണ്ടാകും എന്താ? ഇല്ലായ്മകളുടെ, കുറവുകളുടെ, പ്രശ്നങ്ങൾ മാത്രമേ നമുക്ക് ആളുകളോട് സംസാരിക്കാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് അള്ളാഹ് എന്ത് പറഞ്ഞെന്നറിയും? മനുഷ്യന്മാരെങ്ങനെയാണ്? എപ്പോ നോക്കിയാലും കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ, കുറവുകളെ കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്, നിനക്ക് റബ്ബ് നൽകിയ അനുഗ്രഹം നീ എങ്ങാനും ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിനക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ നിനക്ക് കഴിയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തോതി എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. എത്ര അനുഗ്രഹങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തികും ലാ തഅലമൂന ശൈആ. ഉമ്മന്റെ വയറ്റിന്ന് പുറത്തു വന്നത് ഒന്നും അറിയാത്ത നിലയിലാണ്, ഒന്നും അറിയില്ല. ജനിച്ചു വീണപ്പോ നമുക്ക് എന്താ അറിയുന്നത്? കൈകൾ കൂട്ടിപ്പിടിച്ച് കരയാനല്ലാതെ, ഒന്നും അറിയാത്ത, ഒന്നിനും കഴിയാത്തൊരവസ്ഥയായിരുന്നു. എന്നിട്ട് അല്ലാഹ് പറയാൻ, നിങ്ങൾക്ക് കാണാനുള്ള കണ്ണുകൾ നൽകി, നിങ്ങൾക്ക് കേൾക്കാനുള്ള ചെവി നൽകി, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഹൃദയം നൽകി. ഇതൊക്കെ എന്തിനാ പടച്ചോൻ തന്നത്? ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ. പടച്ചോൻ ഇതൊക്കെ നമുക്ക് തന്നത് എന്തിനാണ്? പടച്ചോന് നന്ദി കാണിക്കുന്ന ഒരു ഹൃദയം, പടച്ചോന് നന്ദി കാണിക്കുന്ന ഒരു മനുഷ്യനായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പടച്ചോൻ ഇതൊക്കെ തന്നത്. ആകാശത്തെ മേലാപ്പായി തന്നു, അവിടെ സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, ഗാലക്സികളെ, ഭൂമിയെ വിരിപ്പാക്കി തന്നു. അവിടെ വെള്ളം തന്നു, ഭക്ഷണം തന്നു, പഴവർഗ്ഗങ്ങൾ തന്നു, പച്ചക്കറികൾ തന്നു. എത്ര മനോഹരമാണ് നമ്മുടെ ശരീരം, നമ്മുടെ ഭൂമി. അവിടെ നോക്ക്, നമ്മള് വയനാടിന്റെ ചുരം ഇങ്ങനെ അങ്ങോട്ട് കയറുമ്പോ ഇടതുഭാഗത്തെ മനോഹാരിതയിലേക്ക് നോക്കിയിട്ട് പറയും, എത്ര മനോഹരമാണ്. ശരിക്കും നമ്മുടെ ദുനിയാവന്നെയാണ് സ്വർഗം എന്ന് തോന്നിപ്പോകും, എത്ര മനോഹരമാണ്. ഇതൊക്കെ തന്നതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്തിനാ ഇതൊക്കെ തന്നത്? ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നവരായി തീരാനാണെന്ന് പരിശുദ്ധ ഖുർആൻ. അവിടെ നോക്ക്, കഴിഞ്ഞ 2017 എന്റെ ഓർമ്മ, ഞങ്ങള് ഉംറക്ക് പോയ സമയത്ത് പിന്നെ ഈ ശുക്രിന്റെ ഇത് പറയുമ്പോ പടച്ചോൻ തന്ന നമുക്ക്, അല്ലാഹ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ശുക്ർ ചെയ്യാൻ പറ്റും. അല്ലാഹ് നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളുടെ വില മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് പടച്ചോന് ശുക്ർ ചെയ്യാൻ കഴിയുള്ളൂ. ഞങ്ങളന്ന് 2017 അവിടെ എത്തിയപ്പോ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. അങ്ങനെ കുറച്ചേരം വിശ്രമിച്ച് ഒരു 8 മണിക്ക് എല്ലാവരോടും മെസ്സിലേക്ക് എത്താൻ വേണ്ടി പറഞ്ഞു. മെസ്സിലെത്താൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എന്ത് നേരെ ഹറമിലേക്ക് ഉംറക്ക് വേണ്ടി പോകാം. അങ്ങനെ ഏകദേശം ഒരു 7 മണിക്ക് എൻ്റെ റൂമിൽ ഒരാൾ വന്നു. ഒരു പ്രായമുള്ള ഒരു ഇക്കാക്കയാണ്, ഒരു മാസ്ക് ഒക്കെ ഇട്ടൊരു മനുഷ്യൻ. ഇവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ റൂമിൽ വെച്ച് ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ നിങ്ങൾ മാത്രം റൂമിൽ ഭക്ഷണം കഴിക്കാൻ? ശരിയല്ലല്ലോ, നമ്മൾ ഒന്നിച്ചു വന്നല്ലേ, ഒന്നിച്ച് വന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഒന്നിച്ച് യാത്ര ചെയ്ത് ഒന്നിച്ച് ഉംറ ചെയ്യേണ്ട ആൾക്കാരല്ലേ, അതല്ലേ അതിൻ്റെ ഒരു ബർക്കത്ത് എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, മാസ്ക് അദ്ദേഹം എല്ലാം ഊരിയിട്ട് അദ്ദേഹത്തിന്റെ വലതു ഭാഗത്തെ കവിളിന്റെ നേർക്ക് വെച്ചു. വലതു ഭാഗത്തെ കവിളിലൊരു ബാൻഡേജ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അത് മറച്ചിട്ടാണ് മൂപ്പര് മാസ്ക് ഇട്ടത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താണെന്ന് ചോദിച്ചു. മൂപ്പര് പറഞ്ഞു, ക്യാൻസർ വന്നിട്ട് ഈ ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, അവിടുന്ന് ഒരു ചെറിയൊരു കഷ്ണം എടുത്ത് ഒഴിവാക്കിയ. മെസ്സിൽ നിങ്ങളുടെ കൂടെ ഞാൻ വന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇറക്കാൻ എനിക്ക് പ്രയാസം വരും. ഇപ്പൊ ഞാൻ വെള്ളം കുടിക്കുന്ന സമയത്ത് എൻ്റെ ഈ കവിളിലൂടെ, മുറിവിലൂടെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ ഒഴുകി വരും. അത് നിങ്ങൾക്ക് അറപ്പും വെറുപ്പും തോന്നും. അതുകൊണ്ട് ഞാൻ റൂമിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. എന്തിനാ നിസ്കാരം, എന്തിനാ നോമ്പ്, എന്തിനാ ഖുർആനോത്ത്? അല്ലാഹ് പറയാൻ, ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ ശുക്ർ കാണിക്കാനാണ്, നന്ദി കാണിക്കാനാണ്. അല്ലാഹുവിനുള്ള ശുക്റാണെന്ന ബോധം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകണം. അപ്പോ ആ ഇബാദത്തുകൾ ഏറ്റവും ഇഖ്ലാസോടുകൂടി ആസ്വദിച്ച് അനുഭവിച്ച് നമുക്ക് അത് നിർവഹിക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, ഇബാദത്തുകൾ മുഴുവനും അല്ലാഹു നിശ്ചയിച്ചത് അല്ലാഹുവിനെ ഓർക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ മുഴുവനും
ഇത് മുഴുവനും ചെയ്തു തന്ന റബ്ബിനെ ഓർക്കുവാനാണ് ഇബാദത്തുകളെ മുഴുവനും അള്ളാഹു സംവിധാനിച്ചത്. നമസ്കാരത്തെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട്, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കണേ എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം. അപ്പൊ എന്തിനാ ഇബാദത്തുകളെ അള്ളാഹു സംവിധാനിച്ചത്? അള്ളാഹുവിനെ ഓർക്കാനാണ്. ഏത് അള്ളാഹുവിനെ? മനോഹരമായ ജീവിതം നൽകിയ, എല്ലാം സംവിധാനിച്ച അള്ളാഹുവിനെ ഓർക്കാൻ. അതിനാണ് ഇബാദത്തുകൾ അള്ളാഹു സംവിധാനിച്ചത്. അത് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഓർക്കുന്ന പലരും നമ്മളെ ഓർത്തുകൊള്ളണമെന്നില്ല. നമ്മൾ ഓർക്കുന്ന പലരും നമ്മളെ ഓർത്തുകൊള്ളണമെന്നില്ല. എന്നല്ല പറയാൻ, ഫദ്കുറൂനി, നിങ്ങൾ ഓർത്തോ, അത് കുറുക്കും ഞാൻ നിങ്ങൾ ഓർക്കും. വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നെ ഓർക്കണേ, ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ്. എന്നോട് നന്ദികേട് കാണിക്കരുതേ, എന്നോട് നന്ദികേട് കാണിക്കരുതേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലോകത്തുള്ള മുഴുവൻ ഇബാദത്തുകളെയും അല്ലാഹു സംവിധാനിച്ചത് അവനെ ഓർക്കാനാണ്. അല്ലാഹു പറയാ, എന്നെ നിങ്ങൾ ഓർത്തോ, ഞാൻ നിങ്ങളെ ഓർക്കും. വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തമായ ആയത്തുകളിലൂടെ, ഹദീസുകളിലൂടെ നമുക്കിത് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇബാദത്തുകളെ മുഴുവനും അല്ലാഹു സംവിധാനിച്ചത് അല്ലാഹുവിനെ ഓർക്കുവാനാണെന്ന ബോധം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകണം. പിന്നെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ മനസ്സിലാക്കണം, മൂന്നാമത്തെ ഒരു പോയിന്റ് എന്നറിയാം, ഈ ഇബാദത്തുകളിലൂടെ നമ്മൾ നേടേണ്ടത് എന്താണ്? ഇബാദത്തുകളുടെ ലക്ഷ്യം എന്താണ്? പരിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണം. വല്ലദീന മിൻ ഖബലികും, നിങ്ങളെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനെ നിങ്ങൾ ആരാധിക്കണം. എന്തിനാണ് റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നത്? ലഅല്ലകും തത്തഖൂൻ, അത് തഖ്വയുള്ളവരായി തീരാൻ വേണ്ടിയാണ്. ഇബാദത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തഖ്വയാണ്. എന്തിനാണ് നിസ്കരിക്കുന്നത്? എന്തിനാണ് നോമ്പെടുക്കുന്നത്? എന്തിനാണ് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നത്? തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം പടുത്തുയർത്താൻ, തഖ്വ നേടാനാണ് ഇബാദത്തുകൾ അല്ലാഹു നിശ്ചയിച്ചത്. അല്ലാഹു പറയാ, നിങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത്? ആരെ ആരാധിക്കേണ്ടത്? ഉഅ്ബുദു, നിങ്ങൾ ആരാധിക്കണം. റബ്ബകുമുല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചവനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണം. വല്ലദീന മിൻ ഖബലികും, നിങ്ങളെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവരെ നിങ്ങൾ ആരാധിക്കണം. ഒരു സൃഷ്ടികളെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. നമ്മുടെ ലോകത്തിന്റെ അവസ്ഥ എന്താണ്? സൃഷ്ടാവിനെ വിട്ട് സൃഷ്ടികളിലേക്ക് കൈനീട്ടുന്ന ഒരവസ്ഥ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നേർക്ക് നേരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അള്ളാഹുവിലേക്ക് നീട്ടേണ്ട കൈകൾ അവന്റെ സൃഷ്ടികളിലേക്ക് നീട്ടുന്ന നേർക്കാഴ്ചകളാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നമ്മൾ കാണുന്നത്. അതെന്തുകൊണ്ടാ? മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഇവിടുത്തെ പുരോഹിതന്മാര് പഠിപ്പിച്ചത്, അള്ളാന്റെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അള്ള കാണുന്നത് പോലെ കാണുന്നവരും, അള്ള കേൾക്കുന്നത് പോലെ കേൾക്കുന്നവരും, അള്ള ഉത്തരം ചെയ്യുന്നത് പോലെ ഉത്തരം ചെയ്യുന്നവരുമാണ്. വല്ലേ നീലെത്തിന്നും എന്നെ വീളിപ്പോർക്ക് പായ്കൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. എവിടുന്ന് വിളിച്ചാലും വായ പൂടുന്നതിന് മുമ്പ് ഉത്തരം ചെയ്യുമെന്നാണ് മുഹയ്യദ്ദീൻ ശൈഖിനെ കുറിച്ച് പറയുന്നത്. മാത്രമല്ല, കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. എവിടെയാണെങ്കിലും നിങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിൽ കുപ്പീന്റെ അകത്തിലുള്ള വസ്തുവിനെ കാണാൻ പറ്റുന്നത് പോലെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ വരെ ആർക്കറിയാൻ പറ്റും? മുഹയ്യദ്ദീൻ ശൈഖിന് അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ ആളുകളുടെ ഒക്കെ ഒരു കൺസെപ്റ്റ് എന്താ അറിയോ? അള്ളാനെ പോലെ കാണാനും കേൾക്കാനും അറിയാനും ഉത്തരം ചെയ്യാനും മുഹയ്യദ്ദീൻ ശൈഖിന് കഴിയുമെങ്കിൽ, മുനമ്പത്ത ബീവിക്ക് കഴിയുമെങ്കിൽ, മമ്പർത്ത തങ്ങൾക്ക് കഴിയുമെങ്കിൽ, റിഫായി ശൈഖിന് കഴിയുമെങ്കിൽ, CM മടവൂരിന് കഴിയുമെങ്കിൽ, നിങ്ങളുടെ ആലോചിച്ച് നോക്ക്. ഇപ്പൊ പറഞ്ഞു എവിടെത്തി? ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്.
മുദബ്ബിറുൽ ആലം സിഎം മടവൂരാണ്. മക്കയിലെ മുശ്രിക്കിനോട് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മൻ യുദബ്ബിറുൽ അംർ, ആരാണ് ലോകം നിയന്ത്രിക്കുന്നത്? മക്കയിലെ മുശ്രിക്കുകളോട് പോലും പറഞ്ഞത് സയഖൂലൂന ലില്ലാഹ്, അത് പടച്ചവനാണ്, അള്ളാഹുവാണെന്നാണ്. ആ വിശ്വാസം പോലും നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണ് ആളുകൾ മുസ്ലിം സമൂഹത്തെ കൊണ്ടുപോകുന്നത്. പരിശുദ്ധ ഖുർആൻ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന കേൾക്കാനും ഉത്തരം ചെയ്യാനും കഴിവുള്ളവൻ ആര് മാത്രമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, മറിയം ബീവിയുടെ ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തോതി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കുല്ലമാ ദഖല അലൈഹ സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയുടെ അടുക്കലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. മറിയം ബീവിയുടെ മുമ്പിൽ ആ നാട്ടിലൊന്നും കാണാത്ത പഴവർഗ്ഗങ്ങൾ കാണുക. മറിയം ബീവിയോട് സക്കരിയ നബി അലൈഹിസ്സലാം ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയോ? ഇതെവിടുന്നാണ് മറിയമേ, ഈ പഴവർഗ്ഗങ്ങൾ എവിടെ നിന്നാണ്? ഉടനെ തന്നെ മറിയം ബീവി പറയുന്നു, ഹാദാ മിൻ ഇൻദി റബ്ബി, ഇതെന്റെ പടച്ചവന്റെ അടുത്ത് നിന്നാണ്. സക്കരിയ നബി അലൈഹിസ്സലാമിന് ഉറപ്പാണ് മറിയം ബീവി വലിയതാണ്. മറിയം ബീവിക്ക് ലഭിച്ച പഴങ്ങൾ മുഴുവനും ഈ വസ്തുക്കൾ മുഴുവനും അത് കറാമത്തിന്റെ ഭാഗമായി ലഭിച്ചതാണ്. ആരാണ് മുന്നിലുള്ളത്? കറാമത്തുള്ളൊരു വലിയത്ത്. കറാമത്തുള്ള വലിയനോടും വലിയത്തിനോടും തേടൽ ഇസ്ലാമിലുള്ളതാണെങ്കിൽ സക്കരിയ നബി അലൈഹിസ്സലാം എന്താ ചെയ്യേണ്ടത്? കുറെ കാലമായി കുട്ടികളില്ല. സക്കരിയ നബി അലൈഹിസ്സലാം എന്താ ചെയ്യേണ്ടത്? മറിയം ബീവി ഒരു കുട്ടീനെ തരുവോ എന്ന് ചോദിച്ചോ? ചോദിച്ചില്ല. എന്താ ചെയ്തെന്നറിയോ? സക്കരിയ നബി അലൈഹിസ്സലാമിന് അറിയാം മറിയം ബീവിക്ക് ഈ കറാമത്ത് കൊടുത്തത് അല്ലാഹുവാണ്. മറിയം ബീവിയുടെ കൈകളാൽ ഈ കറാമത്ത് പ്രകടിപ്പിച്ചത് അല്ലാഹുവാണ്. കറാമത്തിന്റെ യഥാർത്ഥ ഉടമ അല്ലാഹുവാൻ. അവിടെ വെച്ച് സക്കരിയ നബി അലൈഹിസ്സലാം എന്താ ചെയ്തെന്നറിയോ? അവിടെ വെച്ച് സക്കരിയ നബി പടച്ചോനോട് ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തത്? റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബാ, അല്ലാഹുവേ ഏറ്റവും വിശിഷ്ടമായ ഒരു സന്തതിയെ എനിക്ക് ദാനമായി തരണേ പടച്ച റബ്ബേ. അവിടെ നിങ്ങളൊന്ന് ആലോചിച്ചു, സക്കരിയ നബി അലൈഹിസ്സലാം അവിടുന്ന് നേർക്ക് നേരെ കറാമത്തും വലിയത്തിനെയും കാണാം. കറാമത്തുള്ള വലിയത്തിനോടല്ല തേടിയത്, ആ കറാമത്ത് കൊടുത്ത പടച്ചോനോട് തേടി, പടച്ചോനെ എനിക്കൊരു സ്വാലിഹത്തായ സന്താനത്തെ തരണേ പടച്ചോനെ. അപ്പൊ ആരോടാ തേടേണ്ടത്? അതിന്റെ അവസാനം പറയണ എന്താ അറിയോ? സക്കരിയ നബി, ഇന്നക സമീഉദ് ദുആ, അല്ലാഹുവേ ഞാനിത് നിന്നോട് ചോദിക്കുന്നത് ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് ഞാൻ ദുആ ചെയ്താലും ആ ദുആ കേൾക്കുന്നവൻ നീ മാത്രമാണ്. ലോകത്ത് ഒരു സൃഷ്ടികൾക്കും എന്റെ പ്രാർത്ഥന കേൾക്കാൻ കഴിയില്ല. ലോകത്ത് ഒരു സൃഷ്ടികൾക്കും എന്റെ പ്രാർത്ഥന കേൾക്കാൻ കഴിയില്ല. പടച്ചോനെ എനിക്ക് ഉറപ്പാണ്, ഇന്നക സമീഉദ് ദുആ, നീ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പ്രാർത്ഥിച്ചത്. മറിയം ബീവിനോട് ഞാൻ പ്രാർത്ഥിച്ചില്ല. കാരണം എന്താ? പ്രാർത്ഥന കേൾക്കാൻ മറിയം ബീവിക്ക് കഴിയില്ല. ആർക്കേ കഴിയുള്ളൂ? പടച്ചോന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മറിയം ബീവിനോടല്ല, മറിയം ബീവിക്ക് കറാമത്ത് കൊടുത്ത പടച്ചോനോട് തേടിയത് എന്ന് സക്കരിയ നബി അലൈഹിസ്സലാം പഠിപ്പിക്കുന്ന ചരിത്രം നമുക്കറിയാം. അപ്പൊ ഇബാദത്തുകളെ മുഴുവനും അല്ലാഹു സംവിധാനിച്ചത് എന്തിനാണ്? ലഅല്ലകും തത്തഖൂൻ, തഖ്വയുള്ളവരായി തീരാൻ വേണ്ടിയാണ്. എന്താണ് സഹോദരങ്ങളെ തഖ്വ? ഏറ്റവും ലളിതമായ നിർവചനം പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിരുന്നുണ്ട്. ലളിതമായ നിർവചനം എന്ന് പറഞ്ഞാൽ തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, അവൻ വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ഇതാണ് തഖ്വ. വീണ്ടും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് തഖ്വ എന്ന് ചോദിക്കുന്ന ഒരു ചരിത്രം നമുക്ക് കാണാം. ഉടനെ തന്നെ ഉബയ്യ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാണ്, തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കല്ലും മുള്ളും നിറഞ്ഞൊരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഓരോ സ്റ്റെപ്പുകൾ നിങ്ങൾ വെക്കാന്ന് ചോദിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു കാലുയർത്തി താഴ്ത്തുന്നതിന് മുമ്പ് ഞാൻ ശ്രദ്ധിക്കും, ഞാൻ വെക്കാൻ പോകുന്ന സ്ഥലത്ത് കല്ലുണ്ടോ മുള്ളുണ്ടോ എന്ന് നോക്കും. നോക്കിയിട്ടും ശ്രദ്ധിച്ചിട്ടേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, കാല് വെക്കുള്ളൂ. ഉടനെ തന്നെ ഉബയ്യ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദാലിക തഖ്വ, അതാണ് തഖ്വ. നമ്മുടെ ജീവിത സഞ്ചാര വഴിയിൽ തിന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നോക്കണം, ഹറാമാണോ, ഇത് ഹലാലാണോ, ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ, ഇതെനിക്ക് ചെയ്യാൻ പറ്റൂലേ, ഇത് കാണാൻ പറ്റോ, ഇത് കാണാൻ പറ്റൂലേ, ഇത് കേൾക്കാൻ പറ്റോ, ഇത് കേൾക്കാൻ പറ്റൂലേ, ഇത് കുടിക്കാൻ പറ്റോ, കുടിക്കാൻ പറ്റൂലേ.
എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്നിട്ട് ഇത് പറ്റും, ഇത് പറ്റൂല, പറ്റാത്ത എനിക്ക് വേണ്ട, പറ്റുന്നത് മതി. അവിടെ നോക്ക്, തഖ്വയെ കുറിച്ച് പറയുന്നിടത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മയ്യത്തഖി മഹാരിമല്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ അത് സൂക്ഷിക്കലാണ് തഖ്വ. അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങളെ സൂക്ഷിക്കലാണ് തഖ്വ. നിങ്ങൾ നോക്ക്, ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ പത്രത്തിലൂടെ വായിച്ച ഒരു ചെറുപ്പക്കാരൻ 5 കുടുംബത്തിലെ 5 പേരെ ക്രൂരമായി കൊല ചെയ്തു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താ അറിയാം, കൊലയൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പകുതി ബോധത്തിൽ കിടക്കുന്ന ഉമ്മയോട് മൊഴിയെടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഉമ്മ പറയുന്ന ഒരു വാചകമുണ്ട്. ആ ഉമ്മ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു വാചകമുണ്ട്, ലോകത്ത് മാതൃത്വത്തിന് ഇത്ര മനോഹരമായി പ്രതികരിക്കാൻ കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തൊരു വാചകമാണത്. അതെന്താണത്? അവര് പറയാണ്, ഞാൻ എൻ്റെ തലയിലുള്ള മുറിവുണ്ടല്ലോ, അത് ഞാൻ കട്ടിലിൽ നിന്ന് വീണ് എനിക്ക് പറ്റിയ പരിക്കാണ്. ലോകത്താരെങ്കിലും പറയൂ? അത് നൊന്ത് പ്രസവിച്ച ഉമ്മക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതാണ് ഉമ്മ. അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയല്ലോ എന്നുള്ള സങ്കടമാണ് നമുക്കൊക്കെ ഉള്ളത്. നമ്മുടെ ഉമ്മനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോയല്ലോ എന്നുള്ളത്. എന്താ നമ്മുടെ നാടിന്റെ അവസ്ഥ? ഹറാമിൽ ആടിത്തിമിർക്കുകയാണ്. നമ്മുടെ നാട്ടിലെ അറിയപ്പെട്ട സെലിബ്രിറ്റികൾ ലോകത്തോട് വിളിച്ചു പറയുന്നത് ലഹരി ലീഗലൈസ് ചെയ്യണമെന്നാണ്. മൈത്രേ എന്ന് പറയുന്ന ഒരു എത്തിസ്റ്റ് ഉണ്ട്. നന്മയല്ല തിന്മകൾ ലോകത്തിന് സമ്മാനിക്കുന്ന ഒരു എത്തിസ്റ്റ്. അയാളെ വലിയ സെലിബ്രിറ്റി ആയിട്ട് നമ്മുടെ നാട്ടുകാരെ കൊണ്ടെടുക്കുന്നത്. അയാൾ പറയണെന്തറിയോ? ലഹരി അത് ലീഗലൈസ് ചെയ്യണം, നിയമവിധേയമാക്കണം. അത് നിയമവിരുദ്ധാണ്, അത് നിയമവിധേയമാക്കണോ? എന്തായിരിക്കും നമ്മുടെ നാടിന്റെ കോലം? ഇപ്പൊ നിയമവിരുദ്ധാണ്. എന്നിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഒരു 1995-98 കാലത്തിൽ കോഴിക്കോട് ജില്ലയിലെ നാദാപുരം കല്ലാച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കല്ലാച്ചി അമീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കുടുംബത്തിലെ 6 പേരെയാണ് അദ്ദേഹം ക്രൂരമായി കൊന്നത്. എന്റെ കാരണം എന്താ അറിയോ? ആകെ ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ. മോനെ വളർത്തി വഷളാക്കി. മോനെ ഉമ്മന്റെ അടുത്ത് ഉപ്പന്റെ അടുത്ത് പൈസ വാങ്ങി കഞ്ചാവ് വാങ്ങാൻ തുടങ്ങി, ലഹരിക്കടിമയായി. അവസാനം പൈസ കിട്ടാതായപ്പോ എന്ത് ചെയ്തു? കുടുംബത്തിലോ സ്വന്തം ബാപ്പാനെ, ഉമ്മാനെയും വല്യപ്പാനെയും വല്യമ്മാനെയും സഹോദരിനെ ക്രൂരമായി കൊല ചെയ്തു. ഒരു നാട് ഞെട്ടിപ്പോയി. മനസ്സാക്ഷി മരവിച്ചു പോകുന്ന ദുരന്തം. ഇതൊക്കെ എവിടുന്നാ വരുന്നത്? ഇതൊക്കെ എവിടുന്നാ വരുന്നത് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ? നമ്മുടെ മക്കൾക്ക് വളരാനാവശ്യമായ നല്ലൊരു ഗൃഹാന്തരീക്ഷം, ഒരു ഇസ്ലാമികമായ ഗൃഹാന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ വീട് ഒരു ഇസ്ലാമികമായ അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടാകണം. വളർന്നു വരുന്ന മക്കൾക്ക് ദീന് കേൾക്കാനും കാണാനും അറിയാനും പഠിക്കാനും ഒരു നല്ലൊരു സൗകര്യം നമ്മുടെ വീട്ടിൽ ചെയ്തു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വീടിനെ കുറിച്ച് പറയുന്നിടത്ത് എന്താ പറഞ്ഞെന്നറിയോ? മസലുൽ ബൈത്തിൽ ലദീ യുദ്കറുല്ലാഹു ഫീ, അല്ലാഹനെ ഓർക്കുന്ന വീടാണ് ജീവനുള്ള വീട്. അല്ലാഹനെ ഓർക്കാത്ത വീട് അത് ജീവനില്ലാത്ത വീടാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകൾ ഒരിക്കലും മഖ്ബറകളാക്കരുത്, ശ്മശാനങ്ങളാക്കരുത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മർഫൂആയ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ നബി തങ്ങൾ പറയുന്ന ഒരു വാചകം എന്താ അറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വീട് അതെത്ര ചെറുതാണെങ്കിലും അവിടെ പടച്ചോ നിങ്ങൾക്ക് സമാധാനം തരും. ഞാൻ പറയുന്ന വാചകങ്ങൾ മറന്നു വരുത് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വീട് അത്ര ചെറുതാണെങ്കിലും അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് പടച്ചോ സമാധാനം തരും. 2, നിങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരും. 3, മനുഷ്യന്റെ ആജന്മ ശത്രുവായ പിശാച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. ആ വീട്ടില് പടച്ചോൻ ഇങ്ങനെ ബറക്കത്തുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ച് തരും. ഏത് വീടാത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയഖറഉ ഫീഹിൽ ഖുർആൻ, പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ പരിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യുന്ന വീട്, അത് ഓതുന്ന വീട്. അവിടെ നോക്ക്, മഗ്രിബിന്റെ സമയമാകുമ്പോ നമ്മുടെ വീട്ടിലൊക്കെ മുമ്പ് കാലത്ത് ഖുർആൻ ഓതുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നോ? ഉമ്മ മൊബൈലും പിടിച്ച് ഒരു മൂലക്ക് പോകും, മോള് മൊബൈലും പിടിച്ച് വേറൊരു മൂലക്ക് പോകും, കുട്ടികളെ മൊബൈലും പിടിച്ച് വേറൊരു ഭാഗത്ത് പോകും. ആർക്കാ സമയം? ഖുർആൻ ഓതാൻ ആർക്കും സമയമില്ല. ആർക്കാ സമയമുള്ളത്? ആർക്കും സമയമില്ല. വീട്ടിൽ ഖുർആൻ ഓതില്ല. എന്നിട്ടോ നബി തങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, വീട് എത്ര വിശാലമാണെങ്കിലും ആ വീട്ടിന്റെ ഉള്ളിൽ ഖബറിന് സമാനമായ ജീവിതമാണ് ഉണ്ടാവുക. എന്നിട്ടോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ വീട്ടിൽ നിന്ന് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങിപ്പോകുന്നതാണ്, ആ വീട്ടിൽ പിശാചുക്കൾ ഇറങ്ങി വരുന്നതാണ്, ആ വീട്ടിൽ നിന്ന് നന്മകൾ ഓരോന്നായി കുറഞ്ഞു കുറഞ്ഞു പോകുന്നതാണ്. ഏത് വീടാണ് ആ വീടെന്നറിയുമോ? പരിശുദ്ധ ഖുർആനിന്റെ പാരായണമില്ലാത്ത വീടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക്, അത്യാവശ്യം നല്ല സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു, വിറ്റ് 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 വാടക വീട്ടിൽ താമസിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. ഖൈർ ഇങ്ങനെ കുറഞ്ഞു 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 ഇങ്ങനെ വരും. ഏത് വീടാണെന്നറിയോ? ഖുർആൻ ഓതാത്ത വീട്. നമ്മുടെ വീട്ടിൽ ഖുർആനുണ്ടോ? വീട്ടിൽ ബർക്കത്തുണ്ടാവും, വീട്ടുകാരിലും ബർക്കത്തുണ്ടാവും. ഇതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. ഇവിടെ നോക്ക്, ഈ മൊബൈൽ ഇത് വിവോ ആണ്. ഇതിന് നല്ല ലൈഫ് കിട്ടണമെങ്കിൽ ഇതിന്റെ കമ്പനി, ഇതിന്റെ നിർമ്മാതാക്കൾ പറയുന്നത് പോലെ ഇത് ഉപയോഗിക്കണം, എന്നാലേ ഇതിന് നല്ല ലൈഫ് കിട്ടുള്ളൂ. മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പറയേണ്ടത്, മനുഷ്യന്റെ മനസ്സ് തെറ്റിപ്പോകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറയേണ്ടത് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവാണ്. ആ റബ്ബ് നമ്മളെ പഠിപ്പിക്കാണ്. നിങ്ങളുടെ വീട്ടിൽ റഹ്മത്തും ബറക്കത്തും ഉണ്ടാകണമെങ്കിൽ വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകണം. ഇനി മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ബിസ്മില്ലാഹ് എന്ന് ചൊല്ലിയിട്ടാണ് വീട്ടിലേക്ക് കയറേണ്ടത്. അപ്പൊ ശൈത്താൻ പറയും, നമുക്ക് ഇവിടെ താമസിക്കാൻ സൗകര്യമില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയും. ഇപ്പൊ ശൈത്താന്മാര് പറയും, നമുക്ക് ഇവിടെ തിന്നാനുള്ള സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പണി എന്താ വെച്ചാല് തിന്നാനും ഉറങ്ങാനുള്ള സൗകര്യം കൊടുത്തിട്ട് നമ്മുടെ മുഖ്യ ശത്രുവായ ശൈത്താൻ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ കുടിയിരുത്തലാണ് നമ്മളെ പണി. ആരാ ശൈത്താൻ? നമ്മുടെ മുഖ്യ ശത്രു. ഓന്റെ പണി എന്താ? നന്മയുടെ മാർഗത്തിൽ നിന്ന് തിന്മയുടെ മാർഗത്തിലേക്ക് കൊണ്ടുപോകാം, സ്വർഗത്തിന്റെ മാർഗത്തിൽ നിന്ന് നരകത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകാം. തീർന്നിട്ടില്ല. ഭാര്യനെ ഭർത്താവിനെ തെറ്റിക്കുക, കുടുംബം കലക്കുക, ഉമ്മനെ മക്കളെ തെറ്റിക്കുക, ബാപ്പനെ മക്കളെ തെറ്റിക്കുക, ജ്യേഷ്ഠനെ അനിയനെ തെറ്റിക്കുക, കുടുംബക്കാരെ തമ്മിൽ തെറ്റിക്കുക. ഈ കുടുംബം തെറ്റിക്കുന്ന നമ്മുടെ മുഖ്യ ശത്രുവായ നമ്മുടെ നരകത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന ഈ ശൈത്താൻ നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇറക്കി ഓടിക്കണം. അതിനെന്താ പണി? നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. ഫഇന്ന ശൈത്താൻ യൻഫിറു മിനൽ ബൈത്തില്ലദീ യുദ്കറല്ലാഹു ഫീഹി. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാച് ഇറങ്ങിപ്പോകും. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാച് ഇറങ്ങിപ്പോകും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും പ്രധാനം നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടാകണം, വിശുദ്ധ ഖുർആൻ ഉണ്ടാകണം. രണ്ടാമത്തെ നമ്മുടെ മൊബൈൽ, നമ്മുടെ കുട്ടികളുടെ കയ്യിൽ നമ്മൾ മൊബൈൽ കൊടുക്കുന്നു. എത്രത്തോളം നമ്മുടെ മക്കൾ എത്രത്തോളം സോഷ്യൽ മീഡിയയിൽ അവരുടെ സമയം അവർ ചെലവഴിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെയൊക്കെ മക്കളുടെ സ്ക്രീൻ ടൈം എത്രയാണ്? 8 മണിക്കൂർ 9 മണിക്കൂറും. അവർ കാണുന്നത് എന്താണ്, കേൾക്കുന്നത് എന്താണ്? അത് നമ്മൾ അറിയണം. അവരെന്ത് കാണുന്നു, അവരെന്ത് കേൾക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. കാരണം പുതിയ തലമുറയെ വശീകരിക്കുവാൻ വേണ്ടി സോഷ്യൽ മീഡിയ വഴി നമ്മുടെ നാട്ടിലെ ലിബറൽ കൾച്ചറുമായി നടക്കുന്ന ചില ആളുകളുടെ എത്തിസ്റ്റുകൾ, അവർ ഈ മുഴുവൻ സംസ്കാരങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ കുഞ്ഞുമക്കളുടെ മനസ്സിലേക്ക് അത് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നോക്ക്, ഇപ്പൊ കേരളത്തിലെ ഇപ്പൊ നമ്മുടെ ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ആളുകൾ ആരാ? കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട സെലിബ്രിറ്റികളാണ്. ഓലെന്താ സമൂഹത്തോട് പറയുന്നത്? ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. കേരളത്തിലെ അറിയപ്പെട്ട ഒരു സംവിധായകനാണ്. മൂപ്പരോട് ചോദിക്കണ്ടേ, കുടുംബം എന്ന സംവിധാനത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മൂപ്പര് പറഞ്ഞെന്തറിയോ? കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട സംവിധാനമാണ്, ഇത്ര വൃത്തിയായിട്ടൊരു സംവിധാനം വേറെ ഇല്ല. അപ്പൊ അയാളോട് ചോദിച്ചു, അതെന്താ അങ്ങനെ പറയാൻ കാരണം? അതിൽ മൂപ്പര് പറഞ്ഞ മറുപടി എന്താ അറിയോ? നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അതിന് മൂപ്പര് പറഞ്ഞ മറുപടി എന്താ വെച്ചാല്, ഞാനൊരാളെ കൊല ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് എന്റെ ഭാര്യ, എന്റെ മക്കളും, എന്റെ കുടുംബമൊക്കെ എന്റെ കൂടെ നിൽക്കും, അവരെന്നെ സംരക്ഷിക്കും. പക്ഷേ എനിക്കൊരു പെണ്ണുമായിട്ട് അവിഹിതമായ ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ എന്റെ ഭാര്യ, എന്റെ മക്കളും, എന്റെ വാപ്പയും, എന്റെ ഉമ്മ എല്ലാവരും കൂടെ എന്ത് ചെയ്യും? എന്റെ ചങ്കിന് നേരെ തിരിയും, എന്റെ നേരെ തിരിയും, ഞാനായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കും, ആകെ പ്രശ്നമാകും. അവിഹിതമായ ബന്ധത്തിന്, പരസ്ത്രീ ബന്ധത്തിന് കുടുംബം തടസ്സമാണ്, അതുകൊണ്ട് കുടുംബം മോശമാണ്. ഇവരാണ് കേരളത്തിലെ അറിയപ്പെടുന്ന സെലിബ്രിറ്റികൾ. ഇവരെയാണ് പുതിയ തലമുറ ഫോളോ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലഹരി ലീഗലൈസ് ചെയ്യണമെന്ന് പറയുന്ന മൈത്രേയനെ പോലെയുള്ള എത്തിസ്റ്റുകളെയാണ് പുതിയ തലമുറ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതാ പറയുന്നത് ലിബറലിസം ഒരു പരിധിക്കപ്പുറം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന നേർക്കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ കുട്ടികൾ പറയണെന്താ, ഞങ്ങൾക്ക് കല്യാണം വേണ്ട. പുതിയ കുട്ടികൾ പറയാൻ ഞങ്ങൾക്ക് കല്യാണം വേണ്ട. പെൺകുട്ടികൾ പറയാണ് ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പെൺകുട്ടികൾ തന്നെ മതി. ആൺകുട്ടികൾ പറയാണ് ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ആൺകുട്ടികൾ മതി. മുമ്പ് യൂറോപ്യൻ കൺട്രീസിൽ മാത്രം ഉണ്ടായിരുന്ന എല്ലാ വൃത്തികെട്ട സംസ്കാരവും നമ്മുടെ സമൂഹത്തിലേക്കും നമ്മുടെ നാട്ടിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നല്ല. കുടുംബം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് സോഷ്യൽ മീഡിയയുടെ ഉപയോഗമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് തലശ്ശേരിയിലുള്ള ഒരു പെണ്ണ്, 53 വയസ്സുള്ള ഒരു പെണ്ണ് ഒളിച്ചോടി പോയി. ആരുടെ കൂടെയാണെന്നറിയോ? മുമ്പ് 4ാം ക്ലാസ് പഠിച്ച ചെറുപ്പക്കാരന്റെ കൂടെയാണ്. മുമ്പ് 4ാം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചാണ്. പഴയ ക്ലാസ് പഠിച്ച ക്ലാസ് പഠിച്ച ആളുകളൊക്കെ കൂടി എന്ത് ചെയ്തു? അവർ സ്കൂളിലൊന്ന് കൂടി, അവിടെ നിന്ന് നമ്പർ വാങ്ങി, ആ ബന്ധം വഷളായി. സോഷ്യൽ മീഡിയ വരുത്തുന്ന വിനകൾ ചെറുതൊന്നല്ല. അവിഹിതമായ ബന്ധങ്ങളുടെ എത്ര കഥകൾ, എത്ര കുടുംബം നശിച്ചുപോയി എന്റെ പ്രിയപ്പെട്ടവരെ. എത്ര കുടുംബങ്ങളാണ് തകർന്നു പോയത്. അതാ ഞാൻ പറയുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ ഇത് ഉപയോഗിക്കുമ്പോൾ, 18 വയസ്സാകാത്ത കുട്ടികളെ കയ്യിലേക്ക് ഇത് കൊടുക്കുമ്പോൾ അവരെന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവരുപയോഗിക്കുന്ന മൊബൈലിന്റെ ലിങ്ക് നമ്മുടെ മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്യണം. എന്നിട്ട് എത്ര മണിക്കൂർ അവർ ഉപയോഗിക്കുന്നു നമ്മൾ നോക്കണം. പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തൊരു പോയിന്റ് എനിക്ക് നിങ്ങളോട് പറയണം. എന്താ അറിയോ? ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ആരാന്നറിയോ? ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്യൂബേർട്ടി സ്റ്റേജ് കഴിഞ്ഞ് അഡോളസെൻസിലെത്തിയ ഏകദേശം അഡോളസെൻസിലുള്ള കുട്ടികൾ. ഒരു 13 മുതൽ 19 ഇടയിലുള്ള കുട്ടികളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിഷാദ രോഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം എന്താ അറിയോ? അതിന്റെ കാരണത്തിൽ ഏറ്റവും പ്രധാന പുതിയ കണ്ടുപിടുത്തം എന്താ അറിയോ? ഇൻസ്റ്റഗ്രാമിന്റെ ഉപയോഗമാണ്. അതിന് അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ? അതിൽ പറയണത് വെച്ചാൽ ഈ പുതിയ തലമുറ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ എന്ത് ചെയ്തു? പോസ്റ്റ് ചെയ്തു. നല്ലൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു. മണിക്കൂറുകൾ കഴിഞ്ഞു. ഒരു 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ കഴിഞ്ഞു. 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യാണ്? നോക്കാണ് എത്ര ലൈക്ക് ഉണ്ട്. നോക്കുമ്പോൾ 4 ലൈക്ക് 3 ലൈക്ക്. അതവനെ മാനസികമായി തകർക്കുന്നു എന്നുള്ളതാണ്. അത് ചെറുതൊന്നല്ല. മാനസികമായി അത് തകർക്കുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് നമുക്ക് ഉപയോഗിക്കാം, നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. അതൊന്നും ഉപയോഗിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയണത് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം. അതിന്റെ ദുരന്തങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് എത്രത്തോളം കടന്നു വരുന്നു എന്നത് വളരെ പ്രധാനമാണ്. അപ്പൊ നല്ലത് കേൾക്കാനും നല്ലത് കാണാനും നല്ലതറിയാനും നല്ലത് പഠിക്കാനും നമുക്ക് എത്രത്തോളം അവസരങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ഉപയോഗിക്കണം. അള്ളാഹ് പറയുന്നത് ഇബാദത്തുകളെ അല്ലാഹു സംവിധാനിച്ചത് തഖ്വക്ക് വേണ്ടിയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറിക്കുക. അവിടെ നോക്കൂ, ഇനി ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3ാമതൊരു പോയിന്റ് എനിക്ക് പറയണം. എന്താ അറിയാം? നമ്മുടെ മക്കളുടെ കൂട്ടുകാരാരാണെന്ന് നമ്മൾ അറിയണം. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ മക്കളുടെ കൂട്ടുകാരാരാണെന്ന് നമ്മൾ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമ്മൾ ആരെയാണ് കൂട്ടുകാരനായി സ്വീകരിക്കുന്നത് എന്നത് നോക്കിക്കൊള്ളട്ടെ. കാരണം കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും അവൻ. എന്ന് പറഞ്ഞാൽ നമ്മള് കൂട്ടുകാരൻ നിസ്കരിക്കുന്നവനാണോ? ഓന്റെ കൂടെ നിസ്കരിക്കും. നിസ്കരിക്കാത്ത ഒരാളാണോ കൂട്ടുകാരൻ? പിന്നെ നിസ്കരിക്കൂല. ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കൂട്ടുകാരാരാണെന്ന് നമ്മൾ അറിയണം. മാത്രമല്ല, കൂട്ടുകാരുടെ മാതാപിതാക്കളുടെ നമ്പർ, കൂട്ടുകാരുടെ നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. കാരണം എന്താ അറിയോ? മക്കളെ നമ്മളോട് പറയും, എന്താ പറയാന്ന് വെച്ചാല്, പിന്നെ നാളെ ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. എന്നിട്ടോ ട്യൂഷൻ ആയിരിക്കൂല പോവുക. അവിടെ ആലോചിച്ചു, ഇതൊന്നും വെറുതെ പറയല്ല, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയോ, കണ്ണൂർ ജില്ലയിൽ 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ 11 പേര് ക്രൂരമായി പീഡിപ്പിച്ചു. ആ പീഡനത്തെക്കുറിച്ച് നിയമപാലകർ പറഞ്ഞെന്തറിയോ? 9ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി 2 മാസമായിട്ട് കഞ്ചാവ് ഉപയോഗിക്കുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തൊരു കാര്യം എന്താ? 2 മാസം തന്റെ പ്രിയപ്പെട്ട മകള് കഞ്ചാവ് അടിക്കുന്നു എന്ന് തിരിയാതെ പോയ ഉമ്മമാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നുള്ളത്. വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരുന്ന മകള് കഞ്ചാവ് അടിച്ചിട്ടാണ് വരുന്നതെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത മക്കൾ, മാതാപിതാക്കൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നുള്ളതാണ് എന്നെ ഏറെ സങ്കടപ്പെടുത്തിയത്. അവിടെ ആലോചിച്ച് നോക്കണം.
എന്താ വൈകുന്നേരം ഒരു 5 മിനിറ്റ് നേരം വൈകുമ്പോൾ നമ്മളെ മക്കളോട് ചോദിക്കണം, ഇന്നെന്താ നേരം വൈകിയത്? ഒരു ദിവസം ചോദിച്ചാൽ മതി, ഒരാഴ്ച ചോദിച്ചാൽ മതി, പിന്നെ അവർ നേരം വൈകി വരൂല. അവർക്ക് തോന്നണം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്ക് തോന്നണം അവരേത് വീട്ടിലാണോ പഠിക്കാൻ പോകുന്നത്, അവരേത് അടുത്താണോ ട്യൂഷന് പോകുന്നത്, അവരായിട്ട് നമുക്ക് ലിങ്ക് വേണം. ഇടക്കൊന്ന് വിളിച്ചു ചോദിക്കണം, ഇടക്കൊന്ന് അവിടെ പോകേണ്ടി വരും, ഇടക്ക് അവിടുത്തെ ആളുകളൊന്ന് കാണേണ്ടി വരും. അതെന്തിനാ? എൻ്റെ ഉപ്പ ശ്രദ്ധിക്കണ്ട്, എൻ്റെ ഉമ്മ നോക്കണ്ട്, എന്നെ ശരിക്കും ശ്രദ്ധിക്കണ്ട്, എനിക്കൊന്നും ഇവിടുന്ന് കളിക്കാൻ പറ്റൂല, ആരപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റൂല. ഈ ഒരു ചിന്തയും ഈ ഒരു ബോധവും കുട്ടികളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി കൊടുക്കണം. മാത്രമല്ല അവരെ നമ്മൾ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5ാമത്തെ പോയിന്റ് എന്നറിയോ? ആര് കണ്ടില്ലെങ്കിലും മക്കളെ പടച്ചോൻ ഇതൊക്കെ കാണും. എങ്ങോട്ട് പോയാലും ഉമ്മ അറിഞ്ഞില്ലെങ്കിലും ബാപ്പ അറിഞ്ഞില്ലെങ്കിലും കുടുംബക്കാരറിഞ്ഞില്ലെങ്കിലും ആരറിയും? പടച്ചോൻ ഇതറിയും എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇന്നഹു പടച്ച റബ്ബ് യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടം അറിയുന്നവനാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച മുഴുവൻ രഹസ്യങ്ങളും അറിയുന്നവനാണ് അല്ലാഹു എന്ന് നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റണം. അങ്ങോട്ട് നോക്കൂ, സൂറത്തുൽ മുജാദല അത് ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാൻ, വീടിന്റെ ഒരു മൂലയിൽ ഞാൻ ഇരിക്കുകയാണ്, എന്റെ റൂമിന്റെ ഒരു ഭാഗത്ത് വന്നിട്ട് ഒരു സഹോദരി ഖൗല ബിൻത് സഅദ് റളിയല്ലാഹു അൻഹ അവര് നബി തങ്ങളുടെ അടുക്കലേക്ക് കയറി വന്നു. അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്താ സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അവരെന്തൊക്കെയോ നബി തങ്ങളോട് സംസാരിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. കുറച്ചു കഴിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്തിറങ്ങാൻ. എന്താ ആയത്ത്? ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ, ഭർത്താവിന്റെ വിഷയത്തിൽ തർക്കിക്കുന്ന ഒരു പെണ്ണിന്റെ സംസാരം അല്ലാഹു കേട്ടിരിക്കുന്നു എന്ന ആയത്താണ് അവതരിക്കുന്നത്. ഈ ആയത്തിറങ്ങിയപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാൻ, സുബ്ഹാനല്ലാഹ്. ആയിഷ ബീബി പറയാൻ, സുബ്ഹാനല്ലാഹ്, അടുത്തിരിക്കുന്ന ആയിഷ കേട്ടിട്ടില്ല നബി തങ്ങളോട് ആ പെണ്ണെന്താ പറഞ്ഞത്. പക്ഷേ 7ാം ആകാശത്തിനപ്പുറത്തുള്ള എന്റെ റബ്ബ് അത് കേട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്റെ റബ്ബിന്റെ കേൾവി എത്ര വിശാലമാണ്, എന്റെ റബ്ബിന്റെ കേൾവി എത്ര വിശാലമാണ് എന്ന് പറഞ്ഞിട്ടാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കരയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, 2 മലക്കുകൾ നന്മ രേഖപ്പെടുത്തി തിന്മ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒരു വാക്കുപോലും ഈ ചുണ്ടിൽ നിന്ന് ഈ നാവിൽ നിന്ന് പുറത്തു വരുന്നില്ല എന്ന ഒരു ബോധ്യം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിനുള്ളിൽ ഉണ്ടാകണം. 6ാമത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യവും ഇതൊക്കെ ഉണ്ടാവും. ഈ പുതിയ തലമുറയുടെ ഒരു പ്രശ്നം എന്താ അറിയോ? കൈക്കും കാലിനൊക്കെ ഒരു ആരോഗ്യം കിട്ടിക്കഴിഞ്ഞാൽ ഓല് വിചാരിക്കുന്ന അറിയോ? എല്ലായി. ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യനെ അവൻ എല്ലാ സൗകര്യം കൊടുത്ത് വളർത്തി വലുതാക്കി ഒരു കുറഞ്ഞൊരു വയസ്സ്, ഒരു 12, 13 വയസ്സ്, 14 വയസ്സ്, 15 വയസ്സിലേക്ക് ഇങ്ങനെ എത്തുമ്പോൾ, ഒരു അഡോളസൻസിലേക്ക് എത്തുമ്പോൾ എനിക്ക് തോന്നാണെന്ത്? എനിക്കാരും വേണ്ട, എനിക്ക് ഞാൻ തന്നെ മതി, എനിക്ക് എന്റെ ഉമ്മ വേണ്ട, വാപ്പ വേണ്ട, കുടുംബം വേണ്ട, എനിക്ക് ഞാൻ തന്നെ മതി എന്നവൻ വിചാരിച്ചു പോവുകയാണ്. പിന്നെ അവന്റെ മുന്നോട്ടുള്ള യാത്ര തെമ്മാടിത്തരം നിറഞ്ഞുകൊണ്ടുള്ള യാത്രയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. തോന്നാണ് കുട്ടിയൊക്കെ എനിക്കെല്ലായി. നിങ്ങൾ നോക്ക്, ഇത്ര മതി. ഒരു ആക്സിഡന്റ്, ഒരു ചെറിയൊരു ആക്സിഡന്റ്, ഒരു കാലം പൊട്ടി ഒന്ന് കിടന്നാ മതി. ഈ കൂട്ടുകാരന്മാരൊക്കെ ഇവനെ നോക്കാനുണ്ടാവും. ആരുണ്ടാകും? ചങ്ക് ബ്രോ, ബെസ്റ്റി, എന്തൊക്കെയുള്ളത്. ഒരാൺകുട്ടിക്ക് 3 പെണ്ണുണ്ടാവുന്ന പുതിയ കൾച്ചർ. ഒരാൺകുട്ടി 3 പെണ്ണുണ്ടാവും. ഒന്ന് ബെസ്റ്റി. ബെസ്റ്റിന്റെ പണി എന്താ വെച്ചാല് ഒരു ലവർ ഉണ്ടാക്കി കൊടുക്കുക. ഓളോടുള്ള എല്ലാ വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കത്ത് കൈമാറലും സാധനം കൊടുക്കലും എല്ലാ സാധനം ഈ ബെസ്റ്റിനെ ഉപയോഗിച്ചിട്ടുണ്ടാകുക. 2ാമത്തത് ലവർ. ഈ ബെസ്റ്റ് ആണ് ഈ ലവറെ കണ്ടെത്തി കൊടുക്കുന്നത്. ലവറുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബെസ്റ്റിയാണ് ചെയ്തു കൊടുക്കുന്നത്. 3ാമത്തത് ഒരു ക്രഷ് തോന്നുന്ന ഒരു പെണ്ണ്. ഇതാണ് പുതിയ തലമുറ, ഇതാണ് പുതിയ ലോകം, ഇതാണ് പുതിയ കൾച്ചർ. ഇതൊക്കെ ഇങ്ങനെ പോകുമ്പോ ഇവര് വിചാരിക്കുക എനിക്ക് ഉമ്മ എപ്പൊന്നും വേണ്ട, എനിക്ക് ഇവര് മാത്രം മതി. ഒരു കാലൊന്ന് പൊട്ടിയൊന്ന് കിടന്നാൽ, 2 പനി വന്നൊന്ന് കിടന്നുപോയാൽ, 3 ദിവസം ടോയ്ലറ്റിൽ പോയിട്ടൊന്ന് ഇരുന്നു പോയാൽ, വയറിളക്കം പിടിച്ചിട്ടൊന്ന് കിടന്നുപോയാൽ അപ്പ വിളിക്കും. ആരെ വിളിക്കുക? ബെസ്റ്റീനല്ല, ലവറല്ല, ക്രഷ് തോന്നിയ പെണ്ണിനല്ല. വിളിക്കാരെന്നറിയോ? ഉമ്മച്ചിയെ. അതെന്താ അറിയോ? അത് പടച്ചോൻ വിളിപ്പിക്കുന്ന.
അതിനെ വിളിക്കേണ്ടി വരും. കാല് പൊട്ടിക്കിടക്കുമ്പോ ബാത്റൂമിൽ പോകണമെങ്കിൽ ഉമ്മ തോളിലിട്ട് കൊണ്ടുപോകണം. ഒരു മാസം ചിലപ്പം അവിടെ നീണീറ്റ് പോകാൻ പറ്റൂല. എന്നിട്ട് എന്ത് ചെയ്യണം? പാത്രം വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യാ, ധാരാടോ കഴുകുക, ധാരാ വൃത്തിയാക്കുക. എനിക്ക് ക്രഷ് തോന്നിയ പെണ്ണ് വരുവോ? എന്റെ ബെസ്റ്റ് വരുവോ? ലവർ വരുവോ? ആരാ വരിക? വരും. ആര് വരുമെന്നറിയോ? 9 മാസവും 10 ദിവസവും വയറ്റിലിട്ട് കൊണ്ടു നടന്ന് ലേബർ റൂമിൽ 22ഓളം വെല്ലുകൾ ഒരേ സമയം പൊട്ടിപ്പോകുന്ന വേദന അനുഭവിച്ച് നൊന്തു പ്രസവിച്ച പ്രിയപ്പെട്ട ഉമ്മ വരും. അവള് നൊന്തു പ്രസവിച്ചതാണ് നിന്നെ. അവളാണ് മാറത്തിരുത്തി താരാട്ടുപാടി ഉറക്കിയത്. അവരാണ് അമ്മിഞ്ഞപ്പാല് നൽകിയ നിന്റെ ശരീരത്തിന്റെ വളർച്ചകൾ സന്തോഷത്തോടെ കണ്ടത്. നീ അവരുടെ കൈകളിലേക്ക് കാഷ്ടിച്ചപ്പോ, നീ അവരുടെ ശരീരത്തിലേക്ക് മൂത്രിച്ചപ്പോ അവര് നിന്നെ വെറുത്തില്ല. അവര് മാറോട് ചേർത്ത് വെച്ചു, നിന്നെ അണച്ചു വെച്ചു, നിന്നെ സ്നേഹിച്ചു, നിനക്ക് സ്നേഹം തന്നു, പരിഗണന തന്നു, എല്ലാം തന്നു. ആ ഉമ്മക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. അത് നമ്മൾ മറക്കരുത്. റസൂലുള്ളാഹി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവസാന കാലം വരുമ്പോ ഉമ്മനെ മറക്കും, കുടുംബത്തെ മറക്കും. അവർക്ക് ഏറ്റവും ബന്ധം അവരുടെ കൂട്ടുകാരായിരിക്കും. ഇന്നത്തെ തലമുറന്റെ അവസ്ഥ അതാണ്. ഉമ്മ ചോദിക്കുകയാണ്, കൂട്ടുകാരനെ വിളിച്ചിട്ട്, മോന്റെ കൂട്ടുകാരനെ വിളിച്ച് ചോദിക്കുകയാണ്, ഇല്ലടോ മുഹമ്മദ് എങ്ങട്ടാ പോയത്? ഉമ്മക്കറിയില്ല. പ്രസവിച്ച ഉമ്മക്കറിയില്ല മോൻ എങ്ങട്ടാ പോയതെന്ന്. പ്രസവിച്ച ഉമ്മക്കറിയില്ല മക്കൾ എങ്ങട്ടാ പോയത്. ആർക്കറിയാം? കൂട്ടുകാരനറിയാം. ഓനെ വിളിച്ച് ചോദിക്കണം. കൂട്ടുകാരന്റെ ഉമ്മക്കറിയാം, ഓരെ വിളിച്ച് ചോദിക്കണം. എന്തൊരു ദുരന്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഉമ്മാനെ ഇപ്പം നിങ്ങൾ വെറുപ്പിക്കരുത്. പടച്ചോ അമ്മക്ക് തന്ന ഏറ്റവും വലിയൊരു സമ്മാനാണ് ആര്? ഉമ്മ, ബാപ്പ. അങ്ങനെ നോക്ക്, നമ്മള് ഇപ്പോ ഒരു ഉമ്മ എന്ന് പറയുന്നത് പടച്ചോൻ തരുന്ന ഏറ്റവും വലിയ സമ്മാനാണെന്ന് പറയുന്നത് ഏറ്റവും ഉദാഹരണം എന്താ അറിയും? നമ്മള് ഇപ്പൊ ഗൾഫിലേക്കൊക്കെ ഒന്ന് പോവാണെങ്കിൽ എല്ലാരും ഒന്ന് കെട്ടിപ്പിടിച്ച് അവസാനവും കെട്ടിപ്പിടിക്കുന്ന നമ്മൾ ഉമ്മനെയാണ്. ഉമ്മനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മനെ കൈ പിടിച്ചിട്ട് നമ്മൾ അവസാനം ഉമ്മനോട് പറയുന്ന ഒരു വാചകം, ഉമ്മച്ചിയെ ഞാൻ പോവാണ്, ജോലിയൊക്കെ എത്രത്തോളം ശരിയാവുന്നൊന്നും എനിക്കൊരു ഉറപ്പൊന്നുമില്ല, ഉമ്മച്ചി പ്രാർത്ഥിക്കണം. ഉമ്മ കൈ പിടിച്ചിട്ട് നമ്മളോട് പറയുന്ന ഒരു വാചകമുണ്ട്, എന്റെ കുട്ടി പോയിക്കോ, എന്റെ കുട്ടീൻ്റെ എല്ലാം ശരിയാവും, ഉമ്മച്ചി ദുആ ചെയ്യുന്നുണ്ട്. നിസ്കാര കുപ്പായിട്ടിട്ട് മുസല്ലയിൽ ഇരുന്നിട്ട് നമ്മുടെ കൈ പിടിച്ചത് പറയുമ്പോൾ ലോകത്തൊരു മനുഷ്യനും നമുക്ക് തരാൻ പറ്റാത്തൊരു കോൺഫിഡന്റ് ഉമ്മന്റെ സംസാരത്തിലുണ്ട്. അത് തരാൻ പറ്റിയ ഒരൊറ്റ ഒരാൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ, അത് ഉമ്മ. പടച്ചോൻ തട്ടിക്കളയാത്തൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് ഉമ്മന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എന്നാലും ഉമ്മന്റെത് നമുക്കെതിരായാൽ നമുക്ക് ജീവിതത്തിൽ പിന്നെ കരകയറാൻ പറ്റൂല കേട്ടോ. ഉമ്മ നമുക്കെതിരെ ദുആ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കരകയറാൻ പറ്റൂല, തല ഉയർത്താൻ പറ്റൂല. ഇങ്ങോട്ട് നോക്ക്, നമ്മളൊക്കെ ഇത്ര ആരോഗ്യത്തോടെ പ്രശ്നങ്ങളില്ലാതെ എത്ര സന്തോഷത്തോടെ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ആൾക്കാരുടെ മുമ്പിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊക്കെ ഉമ്മന്റെ പ്രാർത്ഥന ഉണ്ടാണ്. അത് പടച്ചോൻ തന്ന ഏറ്റവും വലിയൊരു സമ്മാനാണ്. ഒരു താബി പണ്ഡിതന്റെ ഉമ്മ മരിച്ച സമയത്ത് അയാളെ കരിയാണ്. ചോദിക്കാൻ, നിങ്ങൾ എന്തിനാ കരയേണ്ടത്? അയാൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? എന്റെ ഉമ്മ മരിച്ചതിന്റെ പേരിലല്ല, എന്റെ ഉമ്മ മരിച്ചപ്പോ പടച്ചോന്റെ അടുത്ത് എനിക്കൊരു പ്രൊട്ടക്ഷൻ അത് നഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ കരഞ്ഞ. അത് ഭയങ്കരാണ്. അത് പടച്ചോ നമുക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം. 90 വയസ്സുള്ള ഉമ്മന്റെ അടുത്ത് ചെന്നാലും ഉമ്മന്റെ മടിയിലൊന്ന് തലവെച്ചാലും നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഉമ്മന്റെ അടുത്ത് കുറച്ചു നേരം ഒന്ന് ഇരുന്ന് സംസാരിച്ചാൽ, ഉമ്മന്റെ അടുത്തൊന്ന് ചേർന്ന് നിന്നാൽ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ്, നമുക്ക് കിട്ടുന്നൊരു ആത്മവിശ്വാസം, നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, നമുക്ക് കിട്ടുന്നൊരു മാനസികമായ വിശാലത, അത് പടച്ചോൻ തന്ന അനുഗ്രഹമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നമ്മുടെ ഉമ്മ കരയരുത്, നമ്മുടെ വാപ്പ കരയരുത്. ഒരിക്കലും അവർക്ക് ഇഷ്ടമില്ലാത്തൊരു ജീവിത രീതി നമ്മൾ തിരഞ്ഞെടുക്കരുത്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ. അങ്ങനെ മാറാൻ നമുക്ക് കഴിയണം. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അല്ലാഹ് കൽപ്പിച്ചത് ചെയ്ത് അവൻ വിരോധിച്ചതിൽ നിന്ന് മാറി നിന്ന് ജീവിച്ചാൽ മാത്രമേ പടച്ച റബ്ബ് നമുക്ക് സ്വർഗം തരികയുള്ളൂ. ഇനി ഇബാദത്തിനെ കുറിച്ച് പറയുന്നിടത്ത് 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇബാദത്തുകളെ അല്ലാഹു നിശ്ചയിച്ചത് നമുക്ക് വേണ്ടിയാണ്. നമുക്ക് ഇബാദത്തില്ലാതെ ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല. 2, ഈ ഇബാദത്തുകൾ അള്ളാഹുവിനുള്ള ശുക്റാണ്. 3, ഈ ഇബാദത്തുകൾ അള്ളാഹുവിനെ ഓർക്കാനാണ്. ഈ ഇബാദത്തുകളിലൂടെ നമ്മൾ നേടേണ്ടത് തഖ്വയാണ്. മാത്രമല്ല, ഈ ഇബാദത്തുകളെ കുറിച്ച് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്, ഇബാദത്തുകൾ ഒരിക്കലും നിങ്ങളെ പ്രയാസപ്പെടുത്താനോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ അല്ല. ഇബാദത്തുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഇബാദത്തുകൾ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപം പുറത്തു കിട്ടാൻ അല്ലാഹു ഒരുക്കിയ മാർഗമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നൽ ഹസനാത്ത്, ആയത്തോതി പഠിപ്പിക്കാൻ, യുദ്ഹിബിനസ് സയ്യിആത്ത്, നന്മകൾ എന്ന് പറയുന്നത് അത് തിന്മകളെ പോക്കിക്കളയുന്നതാണ്. ഒരിക്കലും ഇബാദത്തുകൾ നമുക്ക് ഭാരമല്ല, ഇബാദത്തുകൾ നമുക്ക് എളുപ്പമാണ്, നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയാനുള്ള മാർഗമാണ്. പരിശുദ്ധ ഖുർആനല്ലേ പറയുന്നത്, ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിനസ് സയ്യിആത്ത്, നന്മകളതാ തിന്മകളെ മായ്ച്ചു കളയുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വചനം കാണാം, അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരമില്ലേ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട് 5 നേരത്തെ നിസ്കാരമില്ലേ, അൽ ജുമഅതു ഇലൽ ജുമഅ, ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ വരെ, വറമദാനു ഇലാ റമദാൻ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ, മുകഫിറാത്തും മാ ബൈനഹുന്ന, അവക്കിടയിലുള്ള പാപങ്ങളൊക്കെയും അല്ലാഹു പുറത്തു തരുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരത്തെ നിസ്കാരം. ഇപ്പൊ നമ്മൾ മഗ്രിബ് നിസ്കരിച്ചു, ഇശ നിസ്കരിക്കാൻ പോവാണ്. മഗ്രിബ് മുതൽ ഇശ വരെ നമ്മൾ ചെയ്ത ചെറിയ ചെറിയ പാപങ്ങളൊക്കെ ഇശ കൊണ്ട് അല്ലാഹു പുറത്തു തരും. ഇനി ഇശ മുതൽ സുബഹി വരെ, ഇശ മുതൽ സുബഹി വരെ നമ്മൾ ചെയ്യുന്ന പാപം സുബഹി കൊണ്ട് പഠിച്ചു നമുക്ക് പുറത്തു തരും. നമ്മളൊന്ന് ആലോചിച്ചു, എന്തിനാ ഇബാദത്ത്? പ്രയാസപ്പെടുത്താനല്ല, നമ്മളെ സംസ്കരിക്കാനാണ്, നമ്മളെ നന്നാക്കാനാണ്, നമുക്ക് ഹൈറും ബറക്കത്തും കിട്ടാനാണ്. പിന്നെ എന്തിനാ നമുക്കൊരു പീഡനമായി, പ്രയാസമായി, ഭാരമായി ഈ ഇബാദത്തുകളെ നമ്മൾ നോക്കിക്കാണുന്നത്? ഒരിക്കലും അങ്ങനെ കാണണ്ട. പടച്ചോൻ നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പാപങ്ങൾ പുറത്തു കിട്ടാൻ. എത്ര ഹദീസുകൾ എന്റെ പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, നീ എവിടെയായിരുന്നാലും നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, വത്ബഇസ് സയ്യിഅത്തൽ ഹസന, നീ ഒരു തിന്മ ചെയ്താൽ ആ തിന്മയെ ഒരു നന്മ നീ തുടർത്തണം എന്ന് മുഹമ്മദ് മുസ്തഫ, തംഹുഹാ, അത് നിന്റെ തിന്മകളെ മായ്ച്ചു കളയുന്നതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു തെറ്റ് ചെയ്തു, തെറ്റിന് പുറമെ എന്ത് ചെയ്തു? ഒരു നന്മ ചെയ്താൽ, തെറ്റ് ചെയ്തു, വേഗം ഒരു നന്മ ചെയ്യാം. ആ നന്മയെ കുറിച്ച് പണ്ഡിതന്മാർ ഏറ്റവും പ്രധാനമായി പറയുന്നത് എന്താ അറിയോ? ഒന്ന്, അത് തൗബയാണ്, അതാണ് ആ നന്മ. അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു നന്മ അത് ചെയ്താൽ നീ ചെയ്ത തിന്മയെ അത് നന്മയാക്കി അള്ളാഹു മാറ്റി തരും. നിന്റെ തന്മ അള്ളാഹു മായ്ച്ചു കളയും. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത, അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത, അതാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത, അതാണ് മുസ്ലിം ഉമ്മത്തിന്റെ പ്രത്യേകത. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അലാ അദുല്ലുകും മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ, നിന്റെ പാപങ്ങൾ മുഴുവനും മായ്ച്ചു കളയുന്ന ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? വയർഫഉ ബിഹി ദറജാത്ത്, നാളെ പാരത്രിക ലോകത്ത് സ്വർഗീയാരാമത്തിലെ ഒരുപാട് ദർജകൾ ലഭിക്കുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. സ്വഹാബിമാര് പറയുന്നുണ്ട്, ബലാ യാ റസൂലല്ലാഹ്, നബിതങ്ങളെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം നബിതങ്ങളെ. അതിൽ നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇസ്ബാഹുൽ വുദൂഇ അലൽ മകാരിഹി, നിനക്ക് ഏറ്റവും വെറുപ്പുള്ള സമയത്ത് നീ ഒന്നു എടുക്കുക. അവിടെ നോക്കാൻ, നല്ല തണുപ്പുള്ള സമയത്ത് ഈ ഒന്നെടുത്താൽ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. അപ്പൊ എന്തിനാ ഇബാദത്ത്? എന്തിനാ ഇബാദത്ത്? പാപം പൊറുക്കാൻ. ഇനി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, വകസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദി, അല്ലാഹുവിന്റെ പള്ളിയിലേക്കുള്ള നടത്തം അധികരിപ്പിക്കുക. ഒരു വലതുകാൽ ഉയർത്തി താഴ്ത്തുന്നതിന് മുമ്പും ഒരു ദറജ നിനക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ഇടതുകാൽ ഉയർത്തി താഴ്ത്തുന്നതിന് മുമ്പും ഒരു പാപമല്ല മായ്ച്ചു തരുന്നുണ്ട്. പള്ളിയിലേക്കുള്ള നടത്തം അത് ഇബാദത്താണ്. വലത്തെ കാൽ ഉയർത്തുമ്പോൾ ഒരു ദറജ, ഇടത്തെ കാൽ ഉയർത്തി താഴ്ത്തുന്ന ഒരു പാപം. സുബ്ഹാനല്ലാഹ്, 100 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ, 100 അടി ഉണ്ടെങ്കിൽ 100 പാപം, 100 നന്മ. ഇതിലും വലിയ വേറെ എന്താ ഉള്ളത്? ഇത് മുസ്ലിം ഉമ്മത്തിനല്ലാതെ വേറെ ആർക്കാ ഉള്ളത്? എന്നിട്ടോ നബി തങ്ങൾ പറയുന്നുണ്ട്, ഒരു നമസ്കാരത്തിന് ശേഷം അടുത്ത നമസ്കാരം വരെ അള്ളാന്റെ പള്ളിയിൽ നിങ്ങൾ കാത്തിരുന്നാലേ പാപങ്ങളൊന്ന പുറത്തു തരുന്നതാണ്, നന്മകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്തി തരുന്നതാണ്. ചെറിയ ചെറിയ പാപങ്ങൾ പടച്ചോ നമുക്ക് പുറത്തേരും, അതിൽ യാതൊരു സംശയമില്ല. ഇനി മാത്രമല്ല സഹോദരങ്ങളെ, ആറാമതായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്നറിയോ? പടച്ചോ നമുക്ക് തന്ന, ഈ ഉമ്മത്തിന് തന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നറിയോ? കുറഞ്ഞ അമല് കൂടുതൽ കൂലി.
നിങ്ങളൊന്ന് ആലോചിച്ചു. നമ്മൾ ചെയ്യുന്ന ഏത് അമലെടുത്ത് നിങ്ങൾ പരിശോധിച്ചു, കുറഞ്ഞ അമല് ധാരാളം കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ദീർഘമായ ഒരു ഹദീസിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താ പറഞ്ഞെന്നറിയോ? നബി തങ്ങൾ പറയാണ് മിമ്പറിന്റെ മുകളിൽ വെച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയോ? തൗറാത്ത് നൽകപ്പെട്ടവർക്ക് രാവിലെ മുതൽ ഉച്ച വരെ അമൽ ചെയ്യാൻ അല്ലാഹു അവസരം കൊടുത്തു. അത്യാവശ്യം നല്ല സമയമുണ്ട്. 2, ഇഞ്ചീൽ നൽകപ്പെട്ടവർക്ക് ഉച്ച മുതൽ അസർ വരെ അമൽ ചെയ്യാൻ അവസരം കൊടുത്തു. ഈ 2 ടീമിനോടും നബി തങ്ങൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ, അവര് ചെയ്യുന്ന ഒരു അമലിന് 10 ഇരട്ടി കൂലി, അവര് ചെയ്യുന്ന ഒരു അമലിന് 10 ഇരട്ടി കൂലി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തരാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ നൽകപ്പെട്ട സമൂഹമുണ്ട്. ആ സമൂഹത്തിന് എന്താണ് അവസ്ഥ? അവർക്ക് അസർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം കുറഞ്ഞ സമയമുള്ളൂ. തൗറാത്ത് നൽകപ്പെട്ടവർക്കില്ലാത്ത, ഇഞ്ചീൽ നൽകപ്പെട്ടവർക്കില്ലാത്ത സമയം കുറച്ച് സമയമുള്ളൂ. ഇവർക്കൊക്കെ അത്യാവശ്യം നല്ല സമയം കിട്ടിയിട്ടുണ്ട്. ഖുർആൻ നൽകപ്പെട്ട ആളുകൾക്ക് അസർ മുതൽ മഗ്രിബ് വരെ കുറച്ച് സമയമുള്ളൂ. പക്ഷെ ഓലിക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? അവര് ചെയ്യുന്ന ഒരു അമലിന് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ കൂലി. സുബ്ഹാനല്ലാഹ്. വേറെന്താ വേണ്ടി? വേറെന്താ പ്രിയപ്പെട്ടവരെ വേണ്ടിയത്? എന്താ കൂലി? 10 ഇരട്ടി കൂലി മുതൽ 700 ഇരട്ടി വരെ കൂലി. നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരൊറ്റ കാര്യം, ഒരാൾ ഒളു എടുത്തിട്ട് അയാൾ പറയുന്നത് എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അയാൾ പറഞ്ഞു, അയാൾക്ക് എന്ത് ചെയ്തു? സ്വർഗ്ഗത്തില് 8 കവാടം പടച്ചോൻ തുറന്നു കൊടുത്തു. ഒരാൾ എന്ത് ചെയ്യാണ്? ഒരു രോഗിയെ സന്ദർശിക്കാണ്, ഒരു സൗഹൃദ സന്ദർശനം നടത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയാൾ ഒരു രോഗിയെ സന്ദർശിച്ചു, സൗഹൃദ സന്ദർശനം നടത്തി. എന്തിന്റെ പേരില? പടച്ചോന്റെ പേരിൽ. അയാളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അറിയോ? മലക്കുകൾ വിളിച്ചു പറയും, നീ നല്ലത് ചെയ്തു, നിന്റെ നടത്തം നീ നന്നാക്കി. അടുത്ത വാചകം എന്താ അറിയോ? സ്വർഗ്ഗത്തിൽ നിനക്കൊരു വീട് നീ തയ്യാറാക്കിയിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ എത്ര നന്മകളുണ്ട് പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. പരിശുദ്ധ റമദാനിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പരിശുദ്ധമായ നോമ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ പരിശുദ്ധമായ നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. മനുഷ്യന് നന്മയിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ്. ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് റബ്ബിട്ട് തന്നൊരു കയറാണ്. റസൂൽ പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനെ കുറിച്ച്, പടച്ചോൻ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് നമുക്ക് കിട്ടുന്ന ഒരു കയറാണ്. അത് പിടിക്കാൻ നമ്മളോട് പറയണത്. അള്ളാന്റെ കയറുകൾ മുറുകെ പിടിക്കണേ. അത് സ്വർഗത്തിലേക്കുള്ള കയറാണ്. ഈ കയറിന്റെ ഒരറ്റമുള്ളത് റബ്ബിന്റെ കൈകളിലാണ്. ഈ കയറിന്റെ അറ്റമുള്ളത് പടച്ചോന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഖുർആൻ എന്ന് പറയുന്ന കയറ് നിങ്ങൾ പിടിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ റമദാൻ പരിശുദ്ധ ഖുർആനിന്റെ മാസമാണ്. ഈ റമദാൻ പരിശുദ്ധ ഖുർആനിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. ഖുർആൻ ഓതാൻ നമ്മൾ മാറ്റിവെക്കണം. ഖുർആനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, കൂലി നോക്കാദ്യം. എന്താ കൂലി? ഒരു അറഫ് ഓതിയാൽ 10 ഇരട്ടി കൂലി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ അഖൂലു ലക്കും അലിഫ് ലാം മീം ഹർഫുൻ. അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫാണ് ഞാൻ പറയുന്നില്ല. അലിഫു ഹർഫുൻ, ലാമു ഹർഫുൻ, മീമു ഹർഫുൻ. അലിഫിന് 10, ലാമിന് 10, മീമിന് 10, 30. ഒരു വരി ഓതിയാൽ നിങ്ങൾ ആലോചിച്ചു, 100 അക്ഷരം ഉണ്ടെങ്കിൽ 100 × 10. സുബ്ഹാനല്ലാഹ്. 500 അക്ഷരം ഉണ്ടെങ്കിൽ 500 × 10. എത്ര കൂലി! ഈ കൂലി മുഴുവൻ നേടാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് പരിശുദ്ധമായ റമദാൻ. ഈ റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം. റമദാനിൽ മാത്രമല്ല ഖുർആൻ ഓതണ്ട, എപ്പോഴും നമ്മൾ ഖുർആൻ ഓതണം. പക്ഷെ ഈ റമദാൻ നമുക്ക് നഷ്ടപ്പെടരുത്. പിന്നെ വേറൊന്നും എനിക്ക് നിങ്ങളോട് പറയണം, എന്താ അറിയോ? നമുക്കൊക്കെ സ്വന്തമായിട്ട് ഖുർആൻ വേണം. ധാരതാ ഖുർആൻ ഇത് ഫാത്തിമാന്റെ, എന്താ ഫാത്തിമാന്റെ ഖുർആൻ അവള് മദ്രസ പഠിക്കുന്നുണ്ട്. മറ്റേ ഖുർആൻ അതാ മുഹമ്മദിന്റെ. അതെന്തേ? നമുക്കാർക്കും ഖുർആനില്ല. നമുക്ക് സ്വന്തം ഒരു ഖുർആൻ വേണം. നമുക്ക് ഓതാൻ, നമുക്ക് അടയാളം വെക്കാൻ. പള്ളിയിൽ പോയാൽ ആകെയുള്ള പ്രശ്നം എന്താ? ഞാനിവിടെ ഓതി അടയാളം വെച്ചൊരു ഖുർആൻ ഉണ്ട്, അതാരും എടുത്തു.
ഇപ്പൊ എവിടെയാ ഞാൻ ഓതി വെച്ചത് എനിക്കൊരു പിടുത്തമില്ല. പ്രശ്നമാണ്. വേണ്ട, നമ്മളൊരു കയ്യിൽ നമ്മൾ വണ്ടി പോകുമ്പോൾ ഒരു ഖുർആൻ നല്ല മടക്കിയിട്ട് ഹുർമത്തോടു കൂടി കൈകാര്യം ചെയ്യണം. പിന്നെ ഖുർആൻ എടുത്ത് ഓതുമ്പോൾ ഒതു എടുത്തിട്ട് നമ്മൾ ഓതണം. ഒരു മര്യാദയാണ്, അതൊരു രീതിയാണ്. ഒതു എടുക്കാതെ നമ്മൾ എടുക്കണ്ട. ഒതു എടുത്തിട്ട് ഓതാൻ ഒരു ബറക്കത്ത് നമുക്ക് കിട്ടണമെങ്കിൽ, ഒരു റഹ്മത്ത് നമുക്ക് കിട്ടണമെങ്കിൽ, ഓതി എന്നൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാണെങ്കിൽ ഒതു എടുത്തിട്ട് ഓതുക. അതാണ് അതിന്റെ ശരി, അതാണ് അതിന്റെ രീതി, അതാണ് അതിന്റെ ഭംഗി, അതാണ് അതിന്റെ ഫദ്ല്, അതാണ് അതിന്റെ ഹുർമത്ത്, അതാണ് ഖുർആനിനെ മഹത്വപ്പെടുത്തൽ. വമൻ യുഅമ്മിം ശആഇറല്ലാഹ്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ നമ്മൾ മഹത്വപ്പെടുത്തണം, അതിനെ നമ്മൾ ആദരിക്കണം. അതങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഖുർആൻ വേണം, നമ്മൾ ഖുർആൻ ഓതണം. ഇനി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പരിശുദ്ധ ഖുർആനിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ പകർത്തണം. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് നിമിതങ്ങൾ പറഞ്ഞില്ലേ? നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കയറി വരുമ്പോ, നാളെ സൂറെന്ന കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന രംഗം പരിശുദ്ധമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയാ, എല്ലാവരും ഖബറിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരിക. ഖബറിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോ ഒരാളെ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വരും. എന്നിട്ട് അയാൾ ചോദിക്കാണ്, എന്താ ചോദിക്കുന്നത്? ഹൽ തഅരിഫുനി, എന്നെ അറിയുമോ, എന്നെ അറിയുമോ, എന്നെ അറിയുമോ? നമ്മൾ പറയും ലാദിരി, എനിക്കറിയില്ല, എനിക്കറിയില്ല. വീണ്ടും നമ്മളോട് ചോദിക്കും, എന്നെ അറിയുമോ? അയാൾ പറയും, എന്നെ നിനക്കറിയില്ലേ? അന സ്വാഹിബുൽ ഖുർആൻ, ഞാൻ നിന്റെ കൂട്ടുകാരനായ ഖുർആനാണ്. നിന്റെ പകലുകളിൽ എല്ലാവരും ക്ഷീണം കൊണ്ട് ഉറങ്ങുന്ന സമയത്ത് എന്നെ നീ സജീവമാക്കിയില്ലേ, എന്നെ നീ പാരായണം ചെയ്തില്ലേ? ആ ഖുർആനാണ് നീ, ആ ഖുർആനാണ് ഞാൻ. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉറക്കത്തിലേക്ക് വീണുപോയ സന്ദർഭത്തിലെ നീ ഉറക്കമൊഴിച്ച് എനിക്ക് വേണ്ടി പാരായണം ചെയ്തില്ലേ? ആലോചിച്ചു. ആ ഖുർആൻ പറയും, ഞാനാണ് നിന്റെ കൂട്ടുകാരൻ. നിന്റെ രാത്രികളിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എന്നെ ഈ പാരായണം ചെയ്തില്ലേ? ആ കൂട്ടുകാരനാണ് ഞാൻ. ആലോചിച്ചു നോക്കണം, അങ്ങനെ ഒരു ഖുർആൻ നമുക്ക് ഉണ്ടാവുമോ? ആലോചിച്ചു. നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യൗമ യഫിറുൽ മർഉ മിൻ അഖീ, സഹോദരൻ ഓടിപ്പോകുന്ന ദിവസമാണ് പരലോകം. ഭാര്യമാർ ഓടിപ്പോകും, കുടുംബക്കാരെല്ലാവരും ശത്രുവാകും പരലോകത്ത്. ഒരാളും നമ്മളെ കൂടെ ഉണ്ടാവില്ല, എല്ലാവരും ശത്രു പരലോകത്ത്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നത്, നമ്മുടെ ഈ രണ്ട് വായക്ക് സീല് വെക്കും, കൈകൾ സംസാരിക്കും, കാലുകൾ സാക്ഷി പറയും. പ്രിയപ്പെട്ടവരെ, നാളെ നമ്മുടെ ശരീരത്തിലെ എല്ലുകൾ മുഴുവനും സാക്ഷി പറയുന്ന ലോകമാണ്. നാളെ റബ്ബിന്റെ കോടതിയിലെ ശരീരത്തിലെ മുഴുവൻ മാംസങ്ങളും നമുക്കെതിരെ സാക്ഷി പറയുന്നതാണ്. ശരീരത്തിലെ മുഴുവൻ തൊലികളും നമുക്കെതിരെ സാക്ഷി പറയുന്നതാണ്. നമുക്കെതിരെ, ഭാര്യയും കുടുംബവും മക്കളും എല്ലാവരും എതിര്, നമ്മുടെ ശരീരം മുഴുവൻ എതിര്, എല്ലാവരും നമുക്കെതിരെ. ആരും നമുക്ക് വേണ്ടി സംസാരിക്കാനില്ല. ആ സമയത്ത് നമുക്ക് വേണ്ടി സംസാരിക്കാൻ വരിക ആരാന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇഖ്റഊ അൽ ഖുർആൻ, നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യണേ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ, അത് നാളെ പരലോകത്ത് കടന്നു വരുന്നതാണ്. ശഫീഅൻ ലിഅസ്ഹാബി, അത് പാരായണം ചെയ്തവർക്ക് റെക്കമെൻഡ് പറയാൻ ഈ ഖുർആൻ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. ഖുർആൻ നാളെ വരും. പ്രിയപ്പെട്ടവരെ, ഭാര്യ ശത്രുവാകുന്ന ലോകത്ത്, മക്കള് ശത്രുവാകുന്ന ലോകത്ത്, ശരീരം മുഴുവനും ശത്രുവാകുന്ന ലോകത്ത് ഈ ഖുർആൻ നാളെ റബ്ബിന്റെ കോടതിയിൽ വരും. എന്നിട്ട് നമുക്ക് വേണ്ടി റെക്കമെൻഡ് പറയും. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇഖ്റഊ അസ്സഹറാബൈൻ, നിങ്ങൾ രണ്ട് പുഷ്പങ്ങളെ പാരായണം ചെയ്യണേ. ഏതാണ് ഇത് രണ്ട് പുഷ്പങ്ങൾ? സൂറത്തുൽ ബഖറ വ ആല ഇംറാൻ, രണ്ട് സൂറത്താണത്. സൂറത്തുൽ ബഖറയും സൂറത്തു ആല ഇംറാനും. ഇത് നിങ്ങൾ ഓതണം. എന്തിനാ അത് ഓതുന്നതെന്നറിയോ? ഇത് രണ്ടും നാളെ പരലോകത്ത് രണ്ട് പക്ഷിക്കൂട്ടങ്ങളെ പോലെ പരലോകത്ത് കടന്നു വരും. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് തർക്കിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഉപയോഗപ്പെടുത്തിയാലേ ഉണ്ടാവും.
മൂന്നാമത് നബി തങ്ങൾ പറയാണ്, വിശുദ്ധ ഖുർആനിലെ 30 ആയത്തുള്ള ഒരു സൂറത്തുണ്ട്, അതിന്റെ പേരാണ് സൂറത്തുൽ മുൽക്ക്. അത് നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിനോട് തർക്കിക്കുകയാണ്, അല്ലാഹുവേ ഇത് പാരായണം ചെയ്തവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്, എന്റെ സഹോദരന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആലോചിക്കണം, സൂറത്തുൽ മുൽക്ക് വന്നിട്ട് പടച്ചോനോട് പറയും, പടച്ചോനെ എന്നെ ഓതിയ ആളായത്, അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ. സൂറത്തുൽ മുൽക്കിന്റെ ഫദ്ല് പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറൊരു ഫദ്ല് എന്താ അറിയോ? സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത വ്യക്തിയില്ലേ, അവന്റെ ഖബറിലേക്ക് അദാബിന്റെ മലക്ക് കടന്നു വരുമ്പോ, തലഭാഗത്തൂടെ കടന്നു വരുമ്പോ അവിടെ സൂറത്തുൽ മുൽക്ക് എഴുന്നേറ്റ് നിന്ന് പറയാണ്, ഇത് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തവന്റെ ഖബറാണ്, നിനക്കിവിടേക്ക് പ്രവേശനമില്ല. വയറിന്റെ ഭാഗത്തിലൂടെ കടന്നു വരുമ്പോൾ വിളിച്ചു പറയും, ഇത് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തവന്റെ ഖബറാണ്, ഇതിലേക്ക് നിനക്ക് പ്രവേശനമില്ല. കാലിന്റെ ഭാഗത്തൂടെ കടന്നു വരുമ്പോ സൂറത്തുൽ മുൽക്ക് എഴുന്നേറ്റ് നിന്ന് പറയുന്നു, ഇത് സൂറത്തുൽ മുൽക്കിനെ പാരായണം ചെയ്തവന്റെ ഖബറാണ്, ഇതിലേക്ക് നിനക്ക് പ്രവേശനമില്ല. സൂറത്തുൽ മുൽക്കിന്റെ ഫദ്ലാണ്, വിശുദ്ധ ഖുർആനിന്റെ ഫദ്ലാണ്. നിങ്ങൾ നോക്ക്, ഖുർആൻ ഓതുന്നതിൽ നമുക്ക് തടസ്സം ഒരു തടസ്സവും ഇല്ല. ഇല്ലേ, റമദാന്റെ ഒരു പ്രശ്നം എന്താ അറിയോ? ആദ്യത്തെ 10 എന്ന് പറയുന്നത് ഭയങ്കര ആവേശമായിരിക്കും. പള്ളി കമ്മിറ്റിക്കാരൊക്കെ വിചാരിക്കും പള്ളി ഇപ്പൊ 2 നിലയിലുള്ളത് 3 നിലയാക്കിയാലോ ഒക്കെ തീരുമാനമൊക്കെ എടുക്കും. ആദ്യത്തെ 10 പള്ളി അങ്ങോട്ട് നിറഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ 10 എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ദിവസം 10ആണ്. രണ്ടാമത്തെ 10 എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന 10. പിന്നെ മൂന്നാമത്തെ 10 എടുത്ത ഡ്രസ്സ് മാറ്റാൻ പോകുന്ന 10. റമദാൻ തീർന്നു, കഴിഞ്ഞു. ഇതാണ് നമ്മളെ ആളുകളുടെ, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ റമദാൻ ഇങ്ങനെയാണ്. ആദ്യത്തെ 10 തറാവി ഒക്കെ ഉണ്ടാവും, വേറൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ 10 ഫുള്ള് ഡ്രസ്സ് എടുക്കാൻ പോകും. അവസാനത്തെ 10 എടുത്ത ഡ്രസ്സ് മാറ്റാൻ പോകും, വേറൊന്നുമില്ല. എന്താ റമദാനിൽ കിട്ടിയത്? റമദാനിൽ എന്താ കിട്ടിയത്? സഹോദരങ്ങൾ, ഈ റമദാൻ നമുക്കൊരു പ്ലാനിങ് ഉണ്ടാകണം. ഒരു പ്ലാനിങ്, ഒരു തഹ്തീത്. എന്തിനാണ് ആ പ്ലാനിങ്? നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ഭക്ഷണം എല്ലാം നമ്മൾ ക്രമീകരിക്കണം. നമ്മുടെ പള്ളിയിലേക്ക് പോകുന്ന ഒരു സമയം നമുക്ക് ഉണ്ടാകണം, ഖുർആൻ ഓതുന്ന ഒരു സമയം നമുക്ക് ഉണ്ടാകണം, ഒരു ടൈം ടേബിൾ നമുക്ക് വേണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? നമ്മളൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ ജീവിതത്തിന് ഒരു ടൈം ടേബിൾ ഇല്ല എന്നുള്ളതാണ്. ഒരു ടൈം ടേബിൾ നമുക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ സ്വയം ഉണ്ടാക്കിയ മതി ഒരു ടൈം ടേബിൾ. റമദാൻ മാസത്തിൽ ഒന്നിച്ചിരിക്കുന്നു, നോമ്പ് തുറന്ന് പള്ളിയിൽ നിന്ന് വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു, എന്നിട്ട് നേരെ എന്ത് ചെയ്യുന്നു? കുറച്ചു നേരം വിശ്രമിച്ച്, നമുക്ക് ആ സമയത്ത് വിശ്രമിക്കാനുള്ള സമയമാണ്, ഇബാദത്തൊന്നും ചെയ്യാൻ അത്ര പറ്റൂല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തറാവി നിസ്കരിക്കുന്നു, തറാവി നിസ്കാരം കഴിഞ്ഞ് വരുന്നു, പിന്നെ രാവിലെ എണീക്കുന്നു, അത്താഴത്തിന് മുമ്പ് അല്ലേ കുറച്ചു നേരം ഖുർആൻ ഓതുന്നു, എന്നിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റിയ ആളുകളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്നു, പറ്റുന്നൊക്കെ നിസ്കരിക്കുന്നു. ആ സമയത്ത് ദിക്റുകൾ ചൊല്ലുന്നു, ദുആകൾ വർദ്ധിപ്പിക്കുന്നു, പഠിക്കാനുള്ള ആയത്തുകൾ പഠിക്കുന്നു. എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്! ആളുകൾക്ക് എല്ലാ സംവിധാനങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ പള്ളിയിൽ പോകുന്നു. പെണ്ണുങ്ങളോടും പറയാണ്, നിങ്ങൾക്ക് പള്ളിയിൽ പോകാം, പുരുഷന്മാരുടെ കൂടെ നിങ്ങൾക്കും പള്ളിയിൽ പോകാം. പള്ളിയിൽ പോയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഷുറൂക്ക് വരെ അവിടെ ഇരിക്കുന്നു. ഷുറൂക്ക് വരെ ഇരുന്നിട്ട് 2 റക്അത്ത് ഷുറൂക്കിന്റെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നാൽ ഹജ്ജ് ഉംറൻ ചെയ്തതിന്റെ കൂലി, സുബഹി നിസ്കരിച്ചതിന്റെ കൂലിയോ സ്വർഗം കിട്ടും. തീർന്നിട്ടില്ല. നാളെ പരലോകത്ത് 14-ാം രാവിലെ ചന്ദ്രനെ പോലെ അല്ലാഹുവിനെ കാണാനുള്ള സൗഭാഗ്യം നമുക്ക് തരും എന്ന് ഞാനല്ല പറഞ്ഞത്. ജീവിതത്തിൽ ഇന്ന് വരെ നുണ പറയാത്ത സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, യാതൊരു സംശയമില്ല. ഇതൊക്കെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട, ഖുർആനുമായിട്ട് അഭേദ്യമായ ബന്ധം നമ്മുടെ റമദാനിൽ ഒരു കൃത്യമായ ഒരു ടൈം ടേബിൾ നമുക്ക് ഉണ്ടാകണം. പിന്നെ അതേപോലെ തന്നെ കോഴിക്കോട്ടായതുകൊണ്ട്, ഞാനും കോഴിക്കോട്ടായിരുന്നാണ്, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഏരിയയിലാണ് അത്ര പ്രശ്നമില്ല. ഈ ഒരു നാദാപുരം, ഞങ്ങളൊക്കെ ആ ഏരിയയിലാണ്, വടകര ആ ഏരിയയിലാണെന്ന് തോന്നുന്നു. 2 മണിക്ക് അടുക്കള കയറിയാൽ തറാവി കഴിഞ്ഞിട്ട് പോലെ ഇറങ്ങുള്ളൂ. നോമ്പറക്കുന്ന സമയത്ത് ഒരു 5 എണ്ണെങ്കിലും ഇല്ലെങ്കിൽ പുതിയാപ്പിളന്റെ മുഖം അങ്ങോട്ട് വാടും. എന്താ ഇത് നോമ്പാന്ന് തിരിഞ്ഞില്ലേന്ന്? നോമ്പാന്ന് തിരിഞ്ഞില്ലേ? എന്നിട്ട് എന്താ അവസ്ഥ ഉണ്ടാകുന്നറിയോ? റെയിൽവേ ഗേറ്റ് തുറന്ന പോലെയായിരിക്കും നോമ്പറക്കാന്ന് പറഞ്ഞാൽ. റെയിൽവേ ഗേറ്റ് തുറന്നേണ്ട സംഭവം ഉണ്ടല്ലോ, അതേ അവസ്ഥയായിരിക്കും റമദാനിലെ നോമ്പറക്കുന്ന അവസ്ഥ. എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി മഗ്‌രിബ് നിസ്കരിക്കാൻ എങ്ങനെയായിരിക്കും? എര വിഴുങ്ങിയ ആളമായിരിക്കും. എര വിഴുങ്ങിയ പാമ്പിന്റെ അവസ്ഥ എന്തായിരിക്കും? അതേ ദുരന്തമായിരിക്കും. അതൊക്കെ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു? ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഇബാദത്തിന്റെ മാസാണെന്നുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ഇതിന് എന്ത് ചെയ്യണം? ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. ഇനി പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ അറിയോ? റമദാൻ ലൈലത്തുൽ ഖദറിന്റെ മാസമാണ്.
പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ് പറയാൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ 1000 മാസങ്ങളെക്കാളും പുണ്യം ഒരൊറ്റ രാത്രിയിൽ സംവിധാനിച്ച പരിശുദ്ധമായ മാസമാണ് പരിശുദ്ധമായ റമദാൻ. റമദാൻ എന്ന് പറഞ്ഞാൽ 1000 മാസങ്ങളുടെ പുണ്യം. 80 ചില്ലാനം 85 കൊല്ലം ഒരാള് നിർത്താതെ അമല് ചെയ്ത കൂലി ഒരൊറ്റ രാത്രി പടച്ചോ നമുക്ക് ഇങ്ങോട്ട് തരികയാണ്. ഏത് ലൈലത്തുൽ ഖദറിന്റെ അന്ന്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറയണെന്ന് വെച്ചാല് അവസാനത്തെ 10 വരുന്നതിന് മുമ്പ് എടുക്കലും മാറ്റലൊക്കെ നമ്മൾ കഴിക്കണം. എന്നിട്ട് അവസാനം എന്ത് ചെയ്യണം, പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇപ്പൊ എന്താ വെച്ചാൽ ഒരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ അവസാനത്തെ എനിക്ക് വന്നത് മാർച്ച് മാസം ലാസ്റ്റൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് മിക്കവാറും ഉമ്മമാരും രക്ഷിതാക്കളൊക്കെ എൻഗേജ് ആയിരിക്കും. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ പള്ളിയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത്തിക്കാഫിരിക്കണം. പള്ളിയിൽ പറ്റുന്ന ആളുകളൊക്കെ പോയിട്ട് ഇത്തിക്കാഫിരിക്കാം. ഇനി ഒരാൾക്ക് ഫുൾ ടൈം ഇരിക്കാൻ പറ്റൂലെങ്കിൽ എപ്പോഴാണോ പറ്റുന്നത്, ഇപ്പൊ രാത്രി കുറച്ച് സമയം ഇരിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 8 മണിക്ക് പോയാൽ ഏകദേശം ഒരു മണി അത്താഴം കഴിക്കുന്ന സമയം വരെ ഇരിക്കാൻ പറ്റില്ല, ആ സമയം വരെ ഇരുന്നാൽ മതി. നമുക്ക് എപ്പോഴാണോ നമുക്ക് പറ്റുന്നത് ആ സമയം നമ്മൾ പള്ളിയിൽ പോയിട്ട് എന്ത് ചെയ്യാം, ഇത്തിക്കാഫിരിക്കണം. ഇത്തിക്കാഫിരിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് കാണാം, ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ. പരിശുദ്ധമായ റമദാനിൽ ഒരു രാത്രിയുണ്ട്, 1000 മാസങ്ങളെക്കാളും പുണ്യമുള്ള രാത്രിയാണ്. എന്നിട്ടോ നബി തങ്ങൾ പറയുന്ന ഒരു വാചകം നമുക്ക് കാണാം, മൻ ഹുരിമ ഖൈറഹാ, ആർക്കാണോ അതിന്റെ നന്മ നഷ്ടപ്പെടുന്നത്, ഫഖദ് ഹുരിമൽ ഖൈറ അവന് എല്ലാ നന്മകളും നഷ്ടപ്പെട്ടു പോയി. ലൈലത്തുൽ ഖദർ നഷ്ടായോ, എല്ലാം നഷ്ടപ്പെട്ടു. ഞാനല്ലോട്ടോ പറഞ്ഞു, ജീവിതത്തിൽ ഇന്ന് വരെ നുണ പറയാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാൻ ഒരു സംശയവുമില്ല. ഇനി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, റമദാനിനെ കുറിച്ച് നബി തങ്ങൾ പറയാൻ, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമദാൻ, റമദാനിലെ 1ാമത്തെ രാത്രി വന്നു കഴിഞ്ഞാൽ പിശാചുക്കളെ കെട്ടിയിടുകയാണ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറക്കപ്പെടുകയാണ്, നരകത്തിന്റെ കവാടങ്ങൾ മുഴുവനും കൊട്ടിയടക്കപ്പെടുകയാണ്. എന്നിട്ട് വിളിച്ചു പറയുന്നയാൾ വിളിച്ചു പറയുന്നു, യാ ബാഗിയൽ ഖൈരി അക്ബിൽ, നന്മയാഗ്രഹിക്കുന്നവരെ മുന്നോട്ട് വരൂ, മുന്നോട്ട് വരൂ. തിന്മയാഗ്രഹിക്കുന്നവരെ അവസാനിപ്പിക്കൂ, നിർത്തൂ എന്നവരോട് വിളിച്ചു പറയും. നിങ്ങൾ ആലോചിച്ചു, റമദാൻ വന്നിട്ടും നന്മ ചെയ്യാൻ നമ്മൾ സന്നദ്ധരാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ദൗർഭാഗ്യം വേറൊന്നുമില്ല കേട്ടോ. ഏത് റമദാൻ വന്നിട്ടും നന്നാവാൻ തയ്യാറാത്ത ആൾക്കാർ, അത് ഭയങ്കര പ്രശ്നമാണ്. നിങ്ങളുടെ ആലോചിച്ചു, റമദാൻ വന്നിട്ടും നമ്മുടെ നിസ്കാരം ക്ലിയർ ഇല്ലെങ്കിൽ, റമദാൻ വന്നിട്ട് ഖുർആൻ ഓത്തില്ലെങ്കിൽ, റമദാൻ വന്നിട്ട് നിക്കറും ദുആ ഇല്ലെങ്കിൽ, റമദാൻ വന്നിട്ടും നന്മകൾ നമ്മൾ സജീവല്ലെങ്കിൽ, റമദാൻ വന്നിട്ടും നാവ് കൊണ്ടുള്ള ഉപദ്രവം നമ്മൾ നിർത്തിയിട്ടില്ലെങ്കിൽ, റമദാൻ വന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലായിക്കോളി, റമദാൻ നമുക്ക് ഫലപ്പെട്ടിട്ടില്ല. അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നോമ്പിന്റെ ഫضل പറയുന്നിടത്ത് പറയുന്നുണ്ട്, റമദാനിലെ ഒരൊറ്റ നോമ്പ് മതി നരകത്തിൽ നിന്ന് നിന്റെ മുഖത്തെ 70 വർഷത്തെ വഴിദൂരം അകറ്റാൻ. അവിടെ നോക്ക്, 70 വർഷത്തെ വഴിദൂരം നമ്മുടെ മുഖത്തെ നരകത്തിൽ നിന്ന് അകറ്റാൻ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ. അതെന്താ? ഒരൊറ്റ നോമ്പെടുത്താൽ മതി. 70 വർഷത്തെ വഴിദൂരം. 30 ദിവസം നോമ്പെടുക്കാൻ ഭാഗ്യം കിട്ടുന്നവനോ 30 × 70. അത്ര ദൂരം നരകത്തിൽ നമുക്ക് രക്ഷപ്പെടാം. എന്താ പ്രിയപ്പെട്ടവരെ നമ്മുടെ ലക്ഷ്യം? സ്വർഗം കിട്ടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അവിടെ നോക്ക്, ഹാരിസത്ത് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ എന്താ പറയണമെന്ന് അറിയാം. ബദറിന്റെ തലേ ദിവസം നല്ല ദാഹിച്ചപ്പോ മുസ്ലിങ്ങളുടെ വെള്ളക്കെട്ടിലേക്ക് ഹാരിസത്ത് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹു കയറി വന്ന് വെള്ളം കുടിക്കുകയാണ്. വെള്ളം കുടിച്ചപ്പോ സഹാബിമാർ ശത്രുക്കളാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പേറ്റ് അവിടുന്ന് മരിച്ചു. ബദർ കഴിഞ്ഞ് മുസ്ലിങ്ങൾ വിജയിച്ചു, വിജയശ്രീലാളിതരായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും മദീനയിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. സഹാബിമാർ ആർപ്പ് വിളികളോടുകൂടി സ്വീകരിക്കുകയാണ്. അപ്പോ ആരോ വന്നിട്ട് ഹാരിസത്ത് ബിൻ സുറാഖയുടെ ഉമ്മയോട് പറഞ്ഞു, പിന്നെ നിങ്ങളെ മോന് ഷഹീദിന്റെ കൂലി കിട്ടൂലട്ടാ, മൂപ്പര ആരോ സഹാബിന്റെ കൈകൊണ്ട് അബദ്ധത്തിൽ മരിച്ചതാട്ടാ, ഷഹീദിന്റെ കൂലി എന്തായാലും കിട്ടൂല എന്ന് പറഞ്ഞു. ആടുകൂടി ഉമ്മക്ക് ആകെ സങ്കടപ്പെട്ടു.
ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, നബിയേ, എന്റെ ഹാരിസക്ക് എന്തു പറ്റി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൊല്ലപ്പെട്ടു. അടുത്ത ചോദ്യം എന്താ അറിയോ? ഉമ്മന്റെ ചോദ്യം എന്താ അറിയോ? ഉമ്മ ചോദിക്കുകയാണ്, എന്റെ മോന് സ്വർഗം ഉണ്ടോ? നബിയെ, എന്റെ മോന് സ്വർഗം കിട്ടുമോന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ഹാരിസക്ക് സ്വർഗമല്ല, ഒരു സ്വർഗമല്ല, ഹാരിസക്ക് സ്വർഗങ്ങളുണ്ട്. ഹാരിസക്ക് ഒരു സ്വർഗമല്ല, സ്വർഗങ്ങളാണുള്ളത്. ഉടനെ തന്നെ ഉമ്മ പറഞ്ഞു, സ്വബർത്തു, എനിക്ക് വേറൊന്നും വേണ്ട, എനിക്കത് മതി, ഇനി എനിക്കൊന്നുമില്ല. എന്റെ മോൻ മരിച്ചാലും വേണ്ടില്ല, ജീവിച്ചാലും വേണ്ടില്ല, എനിക്ക് സ്വർഗം കിട്ടിയാൽ മതി, എന്റെ മോന് സ്വർഗം കിട്ടിയാൽ മതി. സ്വർഗമാണ് അവരുടെ സ്വപ്നം. നമ്മുടെ സ്വപ്നം സ്വർഗമാണ്. നമുക്ക് സ്വർഗത്തിലെത്തണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ആരാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക? നമ്മൾ നോക്ക്, നരകത്തെ കുറിച്ച് പറയുന്നിടത്തിൽ റസൂലുള്ളാഹി പറയുന്നത് എന്താ അറിയോ? നരകത്തിലെ തീ എന്ന് പറയുന്നത് ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചിട്ട് വിരലിന്റെ തുമ്പിൽ വെച്ച് നമ്മൾ പറഞ്ഞ വലിക്കും. ആ ചൂടിന്റെ കൂടെ അതേ ചൂടുള്ള 69 ഇരട്ടി ചേർത്ത് വെച്ച അതാ നരകത്തിലെ ചൂട്. ആ ചൂട് വന്ന് ശരീരത്തെ കാർന്നു തിന്നുന്നൊരവസ്ഥ. നരകത്തിലെ തീ, നരകത്തിലെ വെള്ളം, നരകത്തിലെ വസ്ത്രം, നരകത്തിലെ ഭക്ഷണം. ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ ഇല്ലാ ഹബീബൻ വഖസാക. അവിടെ നിങ്ങൾക്ക് ചൂടേറിയ വെള്ളമാണുള്ളത്. അത് കുടിച്ചു കഴിഞ്ഞാൽ കുടൽമാലകൾ വരെ കരിഞ്ഞോകുന്നാണ്, തകർത്ത് തരിപ്പണാകുന്നാണ്. ഏത് കുടമാലകൾ വരെ നരകത്തിലെ ഭക്ഷണവും വെള്ളവും കുടിച്ചു കഴിഞ്ഞാൽ അല്ലാഹ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആരെയാണെന്നറിയോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരെയാണ്. എന്തിനാണ് പരിശുദ്ധമായ റമളാനിനെ നിശ്ചയിച്ചത്? യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പെന്തിനാ? തഖ്വക്ക്. ആ തഖ്വ ഉള്ളവരെയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക. എന്തിനാ നോമ്പെന്ന് നിശ്ചയിച്ചത്? നരകത്തിൽ നിന്ന് പടച്ചവനെ രക്ഷപ്പെടാൻ. എന്തിനാ നോമ്പ് നിശ്ചയിച്ചത്? നരകത്തെ നമ്മളെ രക്ഷപ്പെടുത്താൻ. എന്തിനാ നോമ്പ് നിശ്ചയിച്ചത്? സ്വർഗം തരാൻ. അല്ലാഹുവിന്റെ റസൂലിനോട് വന്നൊരാണ് ചോദിക്കുന്നുണ്ട്, നബിയേ, ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റഅയ്ത ഇൻ ഷഹിദ്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ ഷഹാദത്ത് കലിമ സാക്ഷ്യം വഹിച്ചവരാണ്, വ അന്നക റസൂലല്ലാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് സാക്ഷ്യം വഹിച്ചവരാണ്, വസല്ലൈതു സലവാത്തുൽ ഖംസ്, ഞാൻ 5 നേരം നിസ്കരിക്കുന്നവരാണ്, വ ഈതാഇസ് സകാത്ത്, ഞാൻ സകാത്ത് കൊടുക്കുന്നവരാണ് നബിയേ, ഞാൻ ഹജ്ജ് ചെയ്യുന്നവരാണ് നബിയേ, വസൂമി റമദാൻ, ഞാൻ റമദാനിൽ നോമ്പെടുക്കുന്നവരാണ് നബിയേ, ഞാൻ ആരുടെ കൂടെയാണ് നബിയേ, ഞാൻ ആരുടെ കൂടെയാണ് നബിയേ, ഞാൻ ആരുടെ കൂടെയാണ് നബിയേ എന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോ ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മിനസ് സിദ്ദീഖീന വശുഹദാ, നാളെ സ്വർഗീയാരാമത്തിൽ സിദ്ദീഖീങ്ങളുടെ കൂടെയാണ്, നാളെ സ്വർഗത്തിൽ ശുഹദാക്കളുടെ കൂടെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, നാളെ പരലോകത്ത് കിബാറു സഹാബത്തിന്റെ കൂടെ സ്വർഗീയാരാമത്തിൽ നിങ്ങൾക്ക് വിരാജിക്കാം. നിങ്ങൾ ആലോചിക്കണം, സ്വർഗത്ത് പോകാം ആരുടെ കൂടെ? ശുഹദാക്കളുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ. അതാണ് നോമ്പിന്റെ പ്രത്യേകത. ഇനി മാത്രമല്ല സഹോദരങ്ങളെ, നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ നബി തങ്ങൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ? നോമ്പ് അത് എനിക്കുള്ളതാണ്. നോമ്പ് കാരണം നമുക്ക് മനസ്സിലാവില്ല, എല്ലാരും നമുക്ക് പറ്റിക്കാൻ പറ്റും ഏത് ഇബാദത്ത് ചെയ്യും. പക്ഷെ നോമ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് വളരെ പ്രധാനമാണ്. അത് പടച്ചോൻ പറയാണ്, എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഞാനാണ് അതിന് കൂലി കൊടുക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മുടെ വയറിന് മാത്രമല്ല നോമ്പ് വേണ്ടത്, നമ്മുടെ വായക്ക് നോമ്പ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, നിന്റെ കാലിന് നോമ്പ് വേണം, നിന്റെ ശരീരത്തിന് നോമ്പ് വേണം, നിന്റെ നാവിന് നോമ്പ് വേണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗീബത്ത് പറയരുതേ, നമീമത്ത് പറയരുതേ, ഇല്ലാത്തത് പറയരുതേ,
കള്ളം പറയരുതേ, വേണ്ടാത്തത് ചെയ്യരുതേ, വേണ്ടാത്തത് പറയരുതേ, വേണ്ടാത്തത് പ്രചരിപ്പിക്കരുതേ. അത് നമ്മുടെ നോമ്പിനെ ഇല്ലാതാക്കി കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവസാനം നബി തങ്ങൾ പറയുന്നു, ലിൽ ജന്നതി സമാനിയത അബ്വാബ്, സ്വർഗ്ഗത്തിന് 8 കവാടമുണ്ട്. അതിലൊരു കവാടത്തിന്റെ പേര് അർ-റയ്യാൻ എന്നാണ്. ലാ യദ്ഖുലുഹു ഇല്ല സ്വായിമൂൻ, അതിലൂടെ കടന്നു പോകുന്നത് നോമ്പുകാരാണ്. ഏത് റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെ ഒരുപാട് നന്മകൾ പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാവുന്ന, നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ നമ്മള് രാത്രി നമസ്കാരത്തിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇമാമിന്റെ കൂടെ അത് മുഴുവനായി നിസ്കരിച്ചാൽ രാത്രി മുഴുവനും നിസ്കരിച്ചവന്റെ കൂലിയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ എത്ര പുണ്യങ്ങളാണ്. ഈ പുണ്യങ്ങളൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് ആരാണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനക്ക് പടച്ചോൻ ഉത്തരം തരും. സുബ്ഹാനല്ലാഹ് അല്ലേ? പടച്ചോൻ തട്ടിക്കളിയാത്ത പ്രാർത്ഥന അതേതാണ്? നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ നടത്തുന്ന പ്രാർത്ഥന, അത് പടച്ചോൻ ഒരിക്കലും തട്ടിക്കളിയൂല. അങ്ങനെ ഞങ്ങൾ നോക്കി എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്. നമ്മുടെ വാപ്പന്റെ രോഗം, ഭാര്യന്റെ രോഗം, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ, അത് മുഴുവനും പറയാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് പരിശുദ്ധ റമദാനിന്റെ നോമ്പ് തുറക്കുന്ന സമയം. അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഓർമ്മപ്പെടുത്താനുള്ളത്, നോമ്പിനെ നഷ്ടപ്പെടുത്തി കളിയുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. നബി തങ്ങൾ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ത്വയ്യിബൻ, അല്ലാഹു വിശിഷ്ടനാണ്, അവൻ നല്ലതല്ലാത്ത ഒന്നും നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കണം, സംസാരം നന്നാക്കണം, നമ്മുടെ സഹവാസം നന്നാക്കണം. ഒരിക്കലും ഒരാളെ പറ്റി ഗീബത്തും നമീമത്തും പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതൊക്കെ നമ്മുടെ അമലുകളെ നഷ്ടപ്പെടുത്തുന്നു മാത്രമല്ല, നാളെ പരലോകത്ത് ആരെ പറ്റിയാണ് പറഞ്ഞത് അവർക്ക് വീതം വെച്ചു കൊടുക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യമുണ്ട്, അതദറൂനൽ മുഫ്ലിസ്, നിങ്ങൾക്ക് മുഫ്ലിസിനെ അറിയോ? എന്നിട്ട് പറഞ്ഞു കൊടുക്കാണ്, നിങ്ങള് ഗീബത്തും നമീമത്തും പറഞ്ഞ ആൾക്കാരാണ്, നിങ്ങൾ പൈസ വാങ്ങിയിട്ട് കൊടുക്കാത്ത ആൾക്കാരാണത്. എന്നിട്ട് അവസാനം പരലോകത്ത് വരും ഇവരൊക്കെ. എന്നിട്ട് നിങ്ങളുടെ നിസ്കാരം എടുത്തിട്ട് അവർക്ക് കൊടുക്കേണ്ടി വരും, നിങ്ങളുടെ നോമ്പെടുത്തിട്ട് അവർക്ക് കൊടുക്കേണ്ടി വരും. നഷ്ടം. ആയുസ് കുറഞ്ഞ, ആരോഗ്യം കുറഞ്ഞ എനിക്കും നിങ്ങൾക്കും പടച്ചോൻ തന്ന ഏറ്റവും നല്ലൊരു അവസരം നന്മകൾ സമ്പാദിക്കാൻ. ഈ നന്മകൾ, ഈ സമ്പാദിച്ച നന്മ ഇത് ബാക്കിയുള്ളവർക്ക് വീതം വെച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അതിനേക്കാളും വലിയൊരു ദുരന്തം വേറുണ്ടോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സൂക്ഷിക്കണം. നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാനുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി നമുക്ക് മരിക്കണം. തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ എന്ന സുസ്മേരവദനന്മാരായ മലക്കുകളുടെ ഏറ്റവും സന്തോഷം നിറഞ്ഞ വിളി കേട്ട് ഈ ലോകത്തുനിന്ന് വിട പറയാൻ, അങ്ങനെ റൂഹ് ശരീരത്തിൽ നിന്ന് പോകുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ പെടേണ്ടത്. അതുകൊണ്ട് നമ്മുടെ സംസാരവും നമ്മുടെ പ്രവർത്തനവും ഒക്കെ നമ്മൾ നന്നാക്കുക. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അവസാനത്തെ ഒരു പോയിന്റ് എന്തായാലും, ആഴ്ചയിൽ 2 ദിവസമാണ് പടച്ചോന്റെ മുമ്പിൽ നമ്മുടെ അമല് ഉയർത്തുക. ഒന്ന് തിങ്കളാഴ്ച ദിവസവും, രണ്ടാമത്തത് വ്യാഴാഴ്ച ദിവസവും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മലക്കുകളോട് പറയും, 2 വിഭാഗം ആളുകളുടെ അമലിനെ എനിക്ക് വേണ്ട. അതിലൊന്ന്, പരസ്പരം തെറ്റി നിൽക്കുന്നവർ, അവരുടെ അമല് എന്റെ അടുത്ത് ഉയർത്തണ്ട. എന്തിനാ തെറ്റിയത്? പരസ്പര വിദ്വേഷം, വെറുപ്പ്, അസൂയ, പക. ജ്യേഷ്ഠനും അനിയനും മിണ്ടുന്നില്ല, അനിയത്തിയും ജ്യേഷ്ഠത്തെയും മിണ്ടുന്നില്ല, വാപ്പയും മക്കളും മിണ്ടുന്നില്ല. നിങ്ങളെ നാലോചോക്ക്, വാപ്പന്റെ അനിയനും ഏട്ടനും മിണ്ടുന്നില്ല. നിങ്ങളെ നാലോചോക്ക്, എളാപ്പ മൂത്താപ്പ മിണ്ടുന്നില്ല, അമ്മായിയും അമ്മാവനും മിണ്ടുന്നില്ല, ആങ്ങളെ പെങ്ങള് മിണ്ടുന്നില്ല. നിങ്ങളെ നാലോചോക്ക്, എന്തിന്റെ പേരില്ല? പടച്ചോൻ പറയാണ്, ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഈ ബാധത്തൊക്കെ ചെയ്യുന്നത്, അത് അല്ല പറയാൻ എനിക്ക് ഇങ്ങോട്ട് വേണ്ട. ഒരു നന്നായിട്ട് മതി എനിക്ക് ഓലാമലി. എന്നിട്ട് തെറ്റിക്കാണല്ലോ. എന്തിനാ തെറ്റിക്കുന്നത്? എന്ത് തെറ്റിക്ക പ്രിയപ്പെട്ടവരെ? ഒരു അറ്റാക്ക് വന്ന തീർന്ന നമ്മളെ കഥ. മയ്യത്തെ മുന്നിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ വിചാരിക്കും, പടച്ചോനെ ഞാൻ ഇന്നലെ ഒന്ന് പോയിരുന്നു നന്നാവണമെന്ന് വിചാരിച്ചില്ല, പക്ഷേ എന്റെ മനസ്സങ്ങടെ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആ മയ്യത്തിന്റെ അടുത്ത് നിന്നിട്ട് കണ്ണിങ്ങോട്ട് കണ്ണീര് ഒലിക്കും. ഇപ്പൊ മനസ്സിലാവും അല്ലേ? ബാപ്പയാണത്, ഉമ്മയാണത്, ജ്യേഷ്ഠനാണത്, അനിയനാണത്, ബന്ധമാണത്, ചോരയാണത്. അതൊന്നും നമ്മൾ വില വെച്ചില്ല. എന്താ? ഉള്ളിന്റെ ഉള്ളിലുള്ള ഈർഷ്യതയും പകയും മാത്രം മനസ്സിനുള്ളിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ബന്ധം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ, വേർപെടുത്തപ്പെട്ടിട്ടുണ്ടോ, മനസ്സിലായിക്കോളി, അമല് പടച്ചോൻ സ്വീകരിക്കുള്ളൂ കേട്ടോ.
റമദാൻ നമ്മൾ കഷ്ടപ്പെട്ടെടുക്കുന്ന അമല, അത് പരലോകത്ത് നമുക്കൊരു ഉപകാരം കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായി ഈ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഒരു വസിയത്ത് ഉണ്ട്. എന്താ വസിയത്ത് എന്നറിയാം? മുആദേ, എല്ലാ നമസ്കാരാന്തരം പടച്ചോനോട് പറയണം. എന്താ പറയേണ്ടതെന്നറിയോ? അല്ലാഹുവേ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതി. പടച്ചോനെ, നിനക്ക് ശുക്ർ ചെയ്യാൻ, നിന്നെ ദിക്ർ ചെയ്യാൻ, നിനക്ക് ഏറ്റവും നല്ല ഇബാദത്ത് ചെയ്യാൻ എനിക്ക് തൗഫീഖ് തരണേ. നിങ്ങൾ നോക്ക്, കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെയുള്ള പലരും ഇന്ന് ഖബറിലാണ്. നമ്മൾ ഓർക്കുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാത്ത വിങ്ങലാണ്. പലരും, നമുക്ക് വേണ്ടപ്പെട്ട പലരും, നമ്മൾ സ്നേഹിച്ച പലരും, നമ്മളെ ചേർത്ത് പിടിച്ച പലരും, നമ്മളെ തലോടിയ, നമുക്കെല്ലാമായിരുന്ന പലരും ഇന്ന് ഖബറിന്റെ ഉള്ളില്ല. കഴിഞ്ഞ റമദാനിലുള്ള പലരും ഇന്നില്ല. അടുത്ത റമദാനിൽ നമ്മളൊക്കെ ഉണ്ടാവോ? ആർക്കാ പറയാൻ പറ്റുക? ആയുസ്സും ആരോഗ്യവും അള്ളാഹു അതിൽ ബറക്കത്തും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ഈ റമദാനിലെ നോമ്പെടുക്കാനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. 2-3 ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോടുകൂടി ഈ റമദാനിനെ സ്വീകരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി, ആയുസ്സ് നൽകി, ആരോഗ്യം നൽകി അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് വ്യക്തി ജീവിതവും കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും ക്രമീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. മക്കൾ മുഖേന നാളെ സ്വർഗീയാരാമത്തിൽ ഉന്നതമായ സോപാനങ്ങളിൽ എത്തിച്ചേരാൻ, അങ്ങനെ എത്തിച്ചേരുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റിത്തരുമാറാകട്ടെ. അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മുവഹ്ഹിദിന്റെ മരണം വരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു, നമ്മുടെ മക്കളിൽ അല്ലാഹു ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു സ്വസ്ഥതയും സമാധാനവും ചൊരിയുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഈമാനോടുകൂടി അതിജീവിക്കാനും അതിജയിക്കാനുമുള്ള ഈമാനികമായ കരുത്ത് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ മുസ്ലിമായതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന 10,000-കണക്കിന് സഹോദരങ്ങളുണ്ട്. അവർക്ക് അല്ലാഹു രക്ഷയും സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പീഡിപ്പിക്കപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് നമ്മുടെ കരളിന്റെ കഷ്ണമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗീയാരാമത്തിൽ വിരാജിക്കാൻ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ വിരാജിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നോമ്പുകാർക്ക് ലഭിക്കുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്നു പോകാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബാദത്തുകളെ നഷ്ടപ്പെടുത്തുന്ന എല്ലാവിധ വൃത്തികേടുകളിൽ നിന്നും മാറി നിന്ന് ഏറ്റവും മനോഹരമായ ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഏറ്റവും നല്ല ഖൈറും ബറക്കത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ അതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.